സ്നേഹവന്ദനങ്ങൾ പ്രിയമുള്ളവരെ, ആസാദിയുടെ ഡിസ്കഷൻ ബോർഡാണ്. നമ്മൾ വളരെ വ്യത്യസ്തതയുള്ള ഒരു വിഷയമാണ് ഇന്ന് ഒന്നിച്ച് ചർച്ച ചെയ്യാൻ പോകുന്നത്. നമ്മളോടൊപ്പം വളരെ പ്രശസ്തനാകുന്ന ഒരു ഡോക്ടർ, അതോടൊപ്പം അദ്ദേഹം യേശുവിനെ സാക്ഷീകരിക്കുന്ന ഒരു ദൈവദാസനാണ് നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സെഷൻ വളരെ അനുഗ്രഹിക്കപ്പെട്ട വ്യത്യസ്തതയുള്ള ഒരു സെഷനായി തീരുമെന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുകയാണ്. നമ്മൾ ചർച്ച ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ടോപ്പിക്ക് അബോർഷൻ എന്ന ടോപ്പിക്കാണ്. പല പ്രാവശ്യവും ആസാദിയുടെ പല സാക്ഷ്യങ്ങളുടെ സെഷൻസിൽ, അതുപോലെ തന്നെ പാഠഭേദങ്ങളിലൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളൊരു വിഷയമാണ്. കഴിഞ്ഞ വീക്കിലും ഒരു സഹോദരി വന്ന് തൻ്റെ സാക്ഷ്യങ്ങൾ പങ്കുവെക്കുമ്പോൾ ഡോക്ടർ അബോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞ കുട്ടി, ആ കുഞ്ഞ് ഒരു അനുഗ്രഹമായി ഇന്ന് ജീവിക്കുന്നതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇത് വളരെ പ്രസക്തമാകുന്ന ഒരു സബ്ജക്റ്റാണ്. ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ സാധാരണ പാസ്റ്റർമാരായ ഞങ്ങൾക്ക് വേദപുസ്തകത്തിൽ നിന്ന് ചില വാക്യങ്ങളൊക്കെ പറഞ്ഞ് സംസാരിക്കുവാൻ കഴിയും. എന്നാൽ ശാസ്ത്രീയമായിട്ട് ഒരു സയൻറ്റിഫിക് കാഴ്ചപ്പാടോടുകൂടെ ഇത്തരം വിഷയങ്ങളെ കൈകാര്യം ചെയ്യണമെങ്കിൽ ആ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ വന്ന് സംസാരിക്കണം. നമ്മളോടൊപ്പം ഡോക്ടർ സുനിൽ എബ്രഹാം നൈനാൻ ബാംഗ്ലൂരിൽ നിന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട്. വളരെ പ്രശസ്തനാകുന്ന ഒരു സീനിയർ നിയോനെറ്റോളജിസ്റ്റ് കൺസൾട്ടൻ്റാണ്, അതുപോലെ പീഡിയാട്രീഷ്യനാണ്. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ നിന്ന് MBBSും MDയും ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് വളരെ സ്തുത്യർഹമാകുന്ന സേവനം മെഡിക്കൽ ഫീൽഡിലും അതുപോലെ തന്നെ തൻ്റെ സഭയിലൊരു എൽഡറായിട്ട്, ഒരു ബൈബിൾ ടീച്ചറായിട്ടൊക്കെ പ്രവർത്തിക്കുന്ന ഒരു കർത്താവിൻ്റെ ദാസൻ കൂടിയാണ്. ഒത്തിരി സന്തോഷമുണ്ട്. വളരെ സ്നേഹത്തോടു കൂടി ആദരവോടുകൂടി നമ്മുടെ ഗസ്റ്റിനെ ഇന്നത്തെ ഈ സെഷനിലേക്ക് വെൽക്കം ചെയ്യുവാൻ. വെൽക്കം സാർ. പ്രൈസ് ദി ലോർഡ്. നന്ദി. താങ്ക് യു. ഒത്തിരി സന്തോഷമുണ്ട് സാറ് ഇങ്ങനെ ഒരു സെഷനിൽ ഞങ്ങളോടൊപ്പം കടന്നു വന്നതിൽ. കാരണം അബോർഷൻ്റെ വിഷയം പലപ്പോഴും ഞാൻ ചാനലിൽ പറഞ്ഞിട്ടുണ്ട് സാറേ. ഒരു പ്രാവശ്യം ഞാൻ നമ്മുടെ ചാനലിൽ ചെയ്ത ഒരു പാഠഭേദം എന്ന് പറയുന്ന പ്രോഗ്രാമിന് കൊടുത്ത ഒരു ടൈറ്റിൽ തന്നെ ഈ സാത്താനുള്ള നരബലിയാണ് അബോർഷൻ എന്ന നിലയിലാണ്. കാരണം അങ്ങനൊരു കൺസെപ്റ്റ് ഉണ്ട്. പ്രത്യേകിച്ചും ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ സൈത്താൻ വർഷിപ്പേഴ്സൊക്കെ അവരെ ഈ അബോർഷനെ കാണുന്നത് അങ്ങനെ ഒരു ബലി കൊടുക്കൽ പോലെയാണ്. അത് ഞാനൊരു പാസ്റ്ററായതുകൊണ്ട് അങ്ങനെ സംസാരിക്കുന്നത് കേട്ടോ. സാറിൻ്റെ കാഴ്ചപ്പാട് എനിക്ക് കേൾക്കണം. മുൻപോട്ട് നിശ്ചയമായിട്ട് സാറ് സംസാരിക്കും. അതുകൊണ്ട് ഇത് വളരെയധികം അഡ്രസ്സ് ചെയ്യേണ്ട ഒരു വിഷയമാണെന്നാണ് എൻ്റെ ഒരു ബോധ്യം. സാറ് പ്രത്യേകിച്ചും ഈ ഒരു മേഖലയിൽ കുഞ്ഞുങ്ങളുടെ ഡോക്ടർ എന്ന നിലയിൽ, ഒരു ഇന്ത്യയിലെ തന്നെ വളരെ അറിയപ്പെടുന്ന ഡോക്ടർ എന്ന നിലയിൽ ഒത്തിരി സന്തോഷമുണ്ട്. സാർ ഇപ്പം ബാംഗ്ലൂരില്ല അല്ലേ? യെസ്, ഇപ്പം 2024 മെയ് മാസം തൊട്ട് ഞാൻ ബാംഗ്ലൂരിലാണ്. സാറിൻ്റെ സാക്ഷ്യം നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. അന്ന് സാറ് കൊല്ലത്തായിരുന്നു. ആ സമയത്ത് കൊല്ലത്തുനിന്ന് ബാംഗ്ലൂരിലേക്ക് ഒരു മാറ്റമൊക്കെ വന്നു. സാർ ഈ സബ്ജക്റ്റ് വളരെ പ്രധാനപ്പെട്ട സബ്ജക്റ്റ് ആണെന്നുള്ളൊരു ചിന്ത കൊണ്ടാണ് ഇങ്ങനെ വരാൻ തന്നെ റെഡി ആയതല്ലേ? ഇതിൻ്റെ ഒരു റെലവൻസ് എന്താ സാറേ നമ്മുടെ ഇപ്പോഴത്തെ ഒരു സൊസൈറ്റിയിൽ, ഇപ്പോഴത്തെ ഒരു സമയത്ത് ഈ ഒരു സബ്ജക്റ്റിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണ്? ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് പലർക്കും അത് മനസ്സിലാവുന്നില്ല. ഞാൻ ഒരു കണക്ക് പറയാം. കണക്ക് ഇതിനെ പറ്റി തരാം. സ്റ്റാറ്റിസ്റ്റിക്സ് 2024 വേൾഡ് ഡേറ്റ ആഗോളമായിട്ട് നോക്കുവാണെങ്കിൽ വേൾഡോമീറ്റർ എന്ന് പറഞ്ഞ അവിടുത്തെ ഒരു കണക്കാണ് ഞാൻ തരുന്നത്. ഈ ലോകം മൊത്തമായിട്ട് നോക്കിയാൽ 4.5 കോടി അബോർഷൻസ് നടന്നിട്ടുണ്ട്. 4.5 കോടി. എന്നാൽ ഈ ഇൻഫെക്ഷ്യസ് ഡിസീസസ്, ക്യാൻസർ, പുകവലി, റോഡിൽ നടക്കുന്ന ആക്സിഡൻസ്, ഇത് 4ഉം കൂടെ കൂട്ടി നോക്കിയാൽ ഏകദേശം 3 കോടി ആൾക്കാരെ മരിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇത് എത്ര കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനിയിപ്പം ഈ അബോർഷൻ എന്ന് നമ്മളങ്ങ് പറയുന്നു. ഈ പല ഭാഷയിൽ പലതാണ് പറയുന്നത്. ഞാൻ വടക്കേ ഇന്ത്യയിലായിരുന്നപ്പോഴേ
അവിടെ പേഷ്യൻസ് ഒക്കെ വന്നിട്ട് ചിലവർ ഇങ്ങനെ ആയിരുന്നു പറയുന്നത്, ഡോക്ടർ സാബ് സഫായി കറവാനാ ഹെ. സഫായി എന്ന് വെച്ചാൽ എന്തുവാ? ക്ലീനിങ്. ക്ലീനിങ്. അപ്പൊ നമ്മള് പക്ഷെ ഈ അകത്ത് കിടക്കുന്ന ആ ഒരു അത് ഒരു സാധനമാണോ അതോ ഒരു ജീവനാണോ? ഇനിയിപ്പോ ഒരു ജീവൻ ആണെങ്കിൽ ആ ജീവനെ കളയുന്നതിന് എന്താണ് പറയുന്നത്? ഒരു ഹ്യൂമൻ ലൈഫിനെ നമ്മൾ എടുക്കുകയാണെങ്കിൽ സാധാരണഗതിയിൽ അതിനെ മർഡർ എന്നാണ് പറയുന്നത്, അല്ലേ? അതുകൊണ്ടാണ് എനിക്ക് മലയാളത്തിലൊരു ഇൻട്രസ്റ്റിംഗ് വേർഡ് ഉണ്ട് അബോർഷന്. ഒന്ന് സാധാരണ ഉപയോഗിക്കുന്നത് ഗർഭഛിദ്രം, എന്നാൽ ഭ്രൂണഹത്യ എന്നും പറഞ്ഞ് വേറൊരു വേർഡ് കിടപ്പുണ്ട്. യു സി, അപ്പം ഈ അകത്ത് കിടക്കുന്ന ഇത് ജീവനാണോ? ഇനിയിപ്പം ജീവനാണെങ്കിൽ എപ്പം തൊട്ടാ ഈ ജീവൻ തുടങ്ങുന്നത്? ഈ ഒരു ബീജവും അണ്ടവും കൂടെ വന്ന് സൈഗോട്ട് ആവുമ്പം അപ്പം തൊട്ടാന്നോ ജീവൻ? അതോ കുറച്ച് ആഴ്ചകൾ കഴിഞ്ഞാന്നോ? അതോ അകത്ത് കുഞ്ഞ് കിടന്ന് ഒരു 5 മാസമൊക്കെ ആകുമ്പോൾ കുഞ്ഞ് അനങ്ങാൻ തുടങ്ങും, അപ്പം തൊട്ടാന്നോ ജീവൻ? അതോ കുഞ്ഞ് പുറത്ത് വന്ന് കഴിഞ്ഞിട്ടാന്നോ ജീവൻ? അഥവാ നേരത്തെ മുതലേ ജീവനാണെങ്കിൽ ഈ ജീവനെ കളയുന്നതിന് എന്തുവാ പറയുന്നത്? അപ്പം ഈ അമേരിക്കയിലൊക്കെ ഇതൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആണ്. ഒരു കണക്കിന് എനിക്ക് സന്തോഷമാണ്. എന്താന്ന് വെച്ചാൽ അതൊരു ഇത്രയും വലിയ, പക്ഷേ ഭാരതത്തിൽ ഇന്ന് ഏതെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടി, രാഷ്ട്രീയ പാർട്ടി ഇതിനെ ഒരു ഇഷ്യൂ ആക്കിയിട്ടുണ്ടോ? ഇല്ല. ഇന്ന് നമ്മൾ വേറെ പല വിഷയങ്ങളുണ്ട് നമുക്ക്, ഓക്കെ, കറപ്ഷൻ അല്ലെ വേറെ ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ട്, അതും തെറ്റാണ്. പക്ഷേ ഇതൊരു വലിയ കാര്യം തന്നെയാണ്. ഒരു കാര്യം കൂടെ പറയാം ഈ ഒരു പോയിന്റിൽ. ഞാൻ MBBS പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ MBBS കഴിഞ്ഞു, എം ഡി പീഡിയാട്രിക്സ് 1995-96 സമയത്താണ് ഇത് നടന്നത്. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സും കൂടെ കൂടി ചൊവ്വാഴ്ച 2:30 മണിക്ക് ഒരു ക്ലിനിക്കൽ ഗ്രാൻഡ് റൗണ്ട് എന്ന് പറഞ്ഞ് നടക്കുമായിരുന്നു. അപ്പം പീഡിയാട്രിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ടേൺ ആയിരുന്നു. അപ്പോൾ പീഡിയാട്രിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ടേൺ വന്നപ്പോൾ ഞങ്ങളുടെ വളരെ അറിയപ്പെടുന്ന ഒരു മാഡം, അന്ന് ജെനറ്റിക്സിൻ്റെ മെയിൻ ആളായിരുന്നു, പുള്ളിക്കാരിയാണ് പ്രസൻറ്റേഷൻ ചെയ്തത്. പ്രീനേറ്റൽ ഡയഗ്നോസിസ്, അതായത് കുഞ്ഞ് ഉദരത്തിലാവുമ്പം തന്നെ എന്തെങ്കിലും അതിന് അസുഖമുണ്ടോ അല്ലെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നമുക്ക് പല ടെസ്റ്റ് വെച്ച് നോക്കാം. അപ്പം അതിനാണ് പ്രീനേറ്റൽ ഡയഗ്നോസിസ് എന്ന് പറയുന്നത്. അതിനെക്കുറിച്ചായിരുന്നു ഇതെല്ലാം. ഞാനും ഒരു MD സ്റ്റുഡൻ്റായിട്ട് കേട്ടോണ്ടിരിക്കുകയാണ്. അവിടെ വലിയ വലിയ പ്രൊഫസേഴ്സും പല ഡിപ്പാർട്ട്മെൻറ്റിലെ ആൾക്കാരും അവിടെ വന്നിരിപ്പുണ്ട്. ഈ പ്രസൻറ്റേഷൻ അങ്ങോട്ട് കഴിയുകയും അതിൻ്റെ മെയിൻ ആൾ പ്രൊഫസർ JN പാണ്ഡെ, വലിയ അറിയപ്പെടുന്ന ബ്രില്യൻറ്റ് മാൻ, ഇന്ന് അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചു. ഓക്കെ, ഡസ് എനിവൺ ഹാവ് എ ക്വസ്റ്റ്യൻ? ആർക്കെങ്കിലും ചോദിക്കാനുണ്ടോ എന്തെങ്കിലും? അപ്പം ഞാനിങ്ങനെ കൈപൊക്കി. ഓ യങ് മാൻ, എന്താണ് നിങ്ങൾക്ക് ചോദിക്കാനുള്ളത്? എന്താന്ന് വെച്ചാൽ ഇത് കേട്ടോണ്ട് നിന്നപ്പോൾ എനിക്ക് ഉള്ളിലെ വല്ലാതെ തോന്നി. അപ്പം അത് ഞാൻ വിശ്വാസിയായിരുന്നു. ഞാൻ ചോദിച്ചു, സാറേ, ഇത്രയും ടെസ്റ്റ് ഒരു അമ്മയിൽ ചെയ്യുന്നു, ഈ അകത്ത് കിടക്കുന്ന കുഞ്ഞിന് എന്തെങ്കിലും അസുഖം ഉണ്ടോ എന്ന് നോക്കാൻ. ഈ ടെസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് ആ അകത്ത് കിടക്കുന്ന കുഞ്ഞിന് പ്രയോജനം വരുന്ന ടെസ്റ്റ് ഏതൊക്കെയാ? പെട്ടെന്ന് പുള്ളിക്ക് മനസ്സിലായ കാര്യം. പുള്ളി പറഞ്ഞു, ഓ വെൽ 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 ഐ തിങ്ക് ദിസ് ക്വസ്റ്റ്യൻ ഈസ് ഗോയിങ് ഇൻ അനദർ ഡയറക്ഷൻ എന്നൊക്കെ പറഞ്ഞ് അവിടെ നിർത്തി. പക്ഷെ അന്ന് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ അന്നേ ഞാൻ പറഞ്ഞു, ഇതെന്തൊരു തെറ്റാണ്. ബിക്കോസ് നമ്മുടെ ഒരു അപ്പൂപ്പനെ, സപ്പോസ് ഒരു 80 വയസ്സുള്ള ഒരു അപ്പൂപ്പനെ ഫുൾ മൈൻഡൊക്കെ ഇതായി, ഡിമെൻഷ്യ ആയി, അൽസൈമേഴ്സ് ഡിസീസായി, അല്ലെ കിടന്നുകൊണ്ട് തന്നെ മൂത്രവും മലവും പോകുന്നു. അപ്പം ആരെങ്കിലും പിള്ളേരെ ഡോക്ടർമാരോട് ചോദിക്കുമോ, ഡോക്ടറെ ഇയാളെ എങ്ങനെയാണ് നമുക്ക് സക്ഷൻ ചെയ്തോ എന്തെങ്കിലും എങ്ങനെയാണ് നമ്മളെ ഇവിടുന്ന് എലിമിനേറ്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ അതെന്തൊരു തെറ്റാണ്. അപ്പം ഞാൻ ഈ പറഞ്ഞതെന്ന് വെച്ചാൽ എന്തോ അന്ന് മുതൽ ആ സമയം മുതലേ നമ്മുടെ ഹൃദയത്തിൽ ഇതൊരു വളരെ കുഴപ്പമൊരു കാര്യമാണല്ലോ നടക്കുന്നത് എന്ന് ഉണ്ടായിരുന്നു. എന്നാൽ അത് കഴിഞ്ഞിട്ട് നിയോനെറ്റോളജിയിൽ ഞാൻ വരുമെന്നോ ഒന്നും എനിക്കറിയത്തില്ലായിരുന്നു. പക്ഷേ എനിവേ ഇപ്പം ഇതൊരു വലിയ വിഷയമാണ്. പ്രത്യേകിച്ച് ചർച്ചസ്, സഭകളിൽ, അതും യങ്സ്റ്റേഴ്സിനിടയിൽ
ഈ ഒരു കാര്യം അവരെ ഒന്ന് ബോധവൽക്കരിക്കണം എന്ന് എനിക്ക് വളരെ ആഗ്രഹമുണ്ട്. പിന്നെ തീരുമാനങ്ങൾ അവരാണ് എടുക്കാൻ പോകുന്നത്. അത് അവരെടുത്തോട്ടെ. സാറേ, നിയോനെറ്റോളജി എന്ന് പറയുമ്പോൾ ഒരു വിശദീകരണം പറയാൻ പറ്റുവാണെങ്കിൽ തീർച്ചയായിട്ടും. ഈ ഫീൽഡ് എങ്ങനെയാണ് അത് ബന്ധപ്പെട്ടിരിക്കുന്നത്? എക്സാക്ട്ലി. ഈ പീഡിയാട്രിക്സ് എന്ന് പറയുന്നതെന്ന് വെച്ചാൽ കുട്ടികൾ എന്ന് പറയുമ്പോൾ ഇന്ന് ജനിക്കുന്ന കുട്ടി മുതൽ 18 വയസ്സ് വരെയുള്ള എല്ലാവരെയും കുട്ടികളുടെ ഡിപ്പാർട്ട്മെൻറ്റാണ്. പക്ഷെ അതിനകത്ത് ആദ്യത്തെ 28 ദിവസത്തിനെയാണ് നിയോനേറ്റൽ പീരീഡ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള കുട്ടികൾക്ക് സ്പെഷ്യൽ കെയർ വേണം, പ്രത്യേകിച്ച് ഈ ജനിക്കുന്ന സമയത്ത്. പിന്നെ ഈ സാധാരണ 40 ആഴ്ച അടുപ്പിച്ചാണ് നമ്മൾ ഈ ഡെലിവറിയുടെ ഡേറ്റ് ഈ ഗൈനക്കോളജിസ്റ്റൊക്കെ പറഞ്ഞു തരുന്നത്. ഒരു 37 ആഴ്ച മുതൽ അത് കഴിഞ്ഞിട്ട് കുട്ടികളെ ജനിച്ചാലും കുഴപ്പമില്ല. ഈ ഞങ്ങളുടെ പീഡിയാട്രിക്സിലെല്ലാം ആഴ്ചകളിലാണേ. പക്ഷേ നമ്മൾ സാധാരണ മലയാളികളൊക്കെ 9-ാം മാസം 8-ാം മാസം അങ്ങനെയാണ് പറയുന്നത്. പക്ഷേ ഈ 37 ആഴ്ചയ്ക്ക് മുമ്പ് ജനിക്കുന്നവർക്കാണ് പ്രീമെച്യൂർ എന്ന് പറയുന്നത്, പ്രീമെച്യൂർ ബേബീസ്. അപ്പോൾ എന്നെ പോലുള്ള ആൾക്കാരെന്ന് വെച്ചാൽ ഞങ്ങൾ 24 ആഴ്ച മുതലുള്ള കുട്ടികളെ നോക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾ ഒത്തിരി അവർക്ക് പരിചരണം വേണം, തീവ്ര പരിചരണം വേണം, NICU, വെന്റിലേറ്റർ, ഇത്. സോ ഈ ഫീൽഡിനാണ് നിയോനെറ്റോളജി എന്ന് പറഞ്ഞത്. പ്രത്യേകിച്ച് മാസം തികയാതെ ജനിക്കുന്ന കുട്ടികളും ഈവൻ മാസം തികഞ്ഞ കുട്ടികളാണെങ്കിലും ആദ്യത്തെ 28 ദിവസം നോക്കുന്ന ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് നിയോനെറ്റോളജി എന്ന് പറയുന്നത്. അതെ, നമുക്ക് നമ്മുടെ പ്രധാനപ്പെട്ട സബ്ജക്റ്റിലേക്ക് നമുക്ക് കടക്കാം. സാറിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹമുണ്ട്. ഈ പോർഷൻ എന്ന ഒരു സാമൂഹിക തിന്മ എന്ന് വേണമെങ്കിൽ വിളിക്കാം. ഇടയ്ക്ക് ഞാൻ ഒരു വാക്കി പറയാം സാറേ. ഞാൻ എൻ്റെ അനുഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ചാനലിൽ. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ 3 മാസം ഉള്ളപ്പോൾ അന്ന് ആസാമിൽ തേസ്പൂരിൽ ഒരു മിഷൻ ഹോസ്പിറ്റലില്ല. ഞാനൊരു പ്രോപ്പർ ചൈൽഡ് അല്ല, എനിക്കതിൻ്റെ ടെക്നിക്കൽ ടെർമിനോളജീസ് അറിയത്തില്ല സാറേ. സംതിങ് ലൈക്ക് എന്താ പറയുന്നത്, മോളിക്കുലാറോ വാസ്കുലാറോ, നാടൻ ഭാഷയെ പറഞ്ഞാൽ മുന്തിരിക്കോല പോലുള്ള ഒരു പ്രഗ്നൻസി എന്നൊക്കെ പറയും. സംതിങ് ലൈക്ക്. എനിക്കതിൻ്റെ ടെക്നിക്കൽ ടെർമിനോളജി അറിയത്തില്ല എന്ന് ഡോക്ടർ പറഞ്ഞ ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് ഈ കുഞ്ഞ് വേണ്ട, ഇത് കുഞ്ഞാകുകയില്ല എന്ന് പറഞ്ഞു. പക്ഷെ അന്ന് ആസാമിൽ തേസ്പൂരിൽ കർമ്മൽ സ്കൂളിൽ ഡി ജോഷുവ സാർ പഠിപ്പിക്കുന്ന സമയമാണ്. എൻ്റെ പപ്പയും ഡി ജോഷുവ സാർ 3 ദിവസം ഉപവസിച്ചു. 3-ാമത്തെ ദിവസം ഡി ജോഷുവ സാർ പപ്പയോട് പറഞ്ഞു, ഈ ICPFലെ അത് തന്നെ ഡോക്ടർ ഡി ജോഷുവ ഡി ജോഷുവ സാർ പപ്പയോട് പറഞ്ഞു, പാസ്റ്ററെ ഒരു തീരുമാനമെടുക്കുക, ഒരു കുഞ്ഞിനെ ദൈവം തന്നാൽ ദൈവവേലയ്ക്ക് വേണ്ടി സമർപ്പിക്കാം. അന്ന് പപ്പ മുട്ടിലിരുന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ എനിക്കൊരു മകനെ തന്നാൽ ഞാൻ അവനെ നിന്റെ വേലയ്ക്ക് സമർപ്പിക്കാം, ഞാൻ അവന് ഫിന്നി എന്ന് പേരിടുമെന്ന്. എൻ്റെ അമ്മയുടെ ഗർഭത്തിൽ 3 മാസം ഉള്ളപ്പോൾ അങ്ങനെ പറഞ്ഞ ഒരാളാണ് ഞാൻ. എനിക്ക് 21 വയസ്സുള്ളപ്പോൾ ദേവദാസൻ എന്നോട് ഒരു ദൂത് പറഞ്ഞു, നിൻ്റെ അമ്മയുടെ ഉദരത്തിൽ നീ ഒരു ചാപിള്ളയായിരുന്നു, ഞാൻ നിന്നെ ജീവൻ തന്ന് പുറത്തു കൊണ്ടുവന്നത് എൻ്റെ വേലയ്ക്കാണെന്ന്. ഈ അനുഭവം ഇടയ്ക്കങ്ങ് പറഞ്ഞതാ കേട്ടോ. ലാസ്റ്റ് പറയാൻ വെച്ചിരുന്ന സാറിന് കണ്ടിന്യൂ ചെയ്യാം. അന്ന് എന്നെ കൊന്നിരുന്നെങ്കിൽ ഇന്ന് ഈ സെഷനിൽ ഞാൻ ഇരിക്കുകയില്ലായിരുന്നു. അപ്പം ഈ ഒരു ഇതിൻ്റെ വിഷയം എന്താണ്? ഈ ഒരു കുട്ടി അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുമ്പോൾ ആ സമയം തൊട്ട് അമ്മ ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് നടക്കുന്നു. 9 മാസം ഏകദേശം ആ അമ്മ കുഞ്ഞിനെ ക്യാരി ചെയ്യുന്നു. പക്ഷേ പലപ്പോഴും പ്രഗ്നൻസിയുടെ സമയത്ത് ഈ അമ്മമാർക്ക് പല പ്രശ്നങ്ങൾ വരാം. അപ്പോൾ ചിലപ്പോൾ അവരുടെ പ്രഷർ കൂടാം, ഷുഗർ കൂടാം, അല്ലെ വേറെ എന്തെങ്കിലുമൊക്കെ ബ്ലീഡിങ് വരാം, അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ വരാം. അതുകൊണ്ട് സത്യം പറഞ്ഞാൽ ഒരു പ്രഗ്നൻസി ഒരു 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 സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഇച്ചിരി പ്രോബ്ലംസ് ഒക്കെ ഉള്ള ഒരു സമയമാണ് അല്ലേ. നമുക്ക് സ്പിരിച്വലി നോക്കിയാലും വേദനയോടെ നീ പ്രസവിക്കും എന്ന ഒരു കേഴ്സ് വരെ വന്നതാണ് ഓൺ ഹൗവഡമേൽ. പക്ഷേ എനിവേ, അപ്പോൾ ഇതിനകത്ത് വിഷയം വരുന്നതെന്ന് വെച്ചാൽ ചില കേസുകളിൽ ഈ മദേഴ്സ് ലൈഫ് ഡേഞ്ചറിലാവും. അപ്പം ഡോക്ടർമാർക്ക് തീരുമാനിക്കേണ്ടി വരും ആർക്കാ പ്രയോറിറ്റി കൊടുക്കേണ്ടി, ബിക്കോസ് അകത്ത് കുഞ്ഞുങ്ങൾ കിടപ്പുണ്ട്, അമ്മയുണ്ട്. അപ്പം ഇതിനകത്ത് ആർക്കും കൺഫ്യൂഷൻ ഇല്ല. അഥവാ മദേഴ്സ് ലൈഫ് ഈസ് ഇൻ ഡേഞ്ചർ, അപ്പം അമ്മയുടെ ലൈഫിനാണ്
അവിടെ പ്രാധാന്യം. അയ്യോ കുഞ്ഞകത്ത് കിടപ്പുണ്ട്, അപ്പം കുഞ്ഞിനെന്തുവാകും, അത് പിന്നെ സെക്കൻഡറിയാണ്. അപ്പം അങ്ങനത്തെ ചുരുക്കം ചില കേസുകൾ ഉണ്ട്. പക്ഷേ ഇന്ന് ലോകത്തിൽ അബോർഷൻ, ഈ അബോർഷൻ എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം ഒന്ന് ക്ലിയർ ആക്കാം. സ്പോണ്ടേനിയസ് അബോർഷൻ എന്നും പറഞ്ഞുകൊണ്ട് ഇപ്പം ചിലപ്പം എത്രയോ വട്ടം ലേഡീസ് അവരുടെ പീരിയഡ്സ് മിസ് ചെയ്തു, അപ്പോഴത്തേക്കിന് കുറച്ച് കഴിയുമ്പോഴത്തേക്കിന് അവർ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുന്നു, അത് പോസിറ്റീവാണ്. അപ്പോൾ എല്ലാവരും പലപ്പോഴും അവർ പറയുമോ ഞാൻ പ്രഗ്നൻ്റാന്നൊക്കെ പറയും. ചിലപ്പോൾ 1-2 ആഴ്ച കഴിഞ്ഞിട്ട് തന്നെത്താനെ അങ്ങ് ബ്ലീഡിങ് ആവും. ചിലപ്പം 3-4 ആഴ്ച കഴിഞ്ഞിട്ട് അങ്ങനെ അങ്ങ് ബ്ലീഡിങ് ആയിപ്പോവും. ഇതിന് പറയുന്നത് സ്പോണ്ടേനിയസ് അബോർഷൻ. അത് നമ്മൾ ചെയ്യിക്കുന്നതല്ല, തന്നെത്താനെ ആയിപ്പോകുന്നതാണ്. അപ്പോൾ ഇനിയും തൊട്ട് ഞാൻ അബോർഷൻ എന്ന് പറയുന്നത് തന്നെത്താനാകുന്ന അബോർഷൻ അല്ല, നമ്മൾ ചെയ്യിക്കുന്ന അബോർഷൻ. അതിനെ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി, MTP എന്ന് പറയും. അതായത് അപ്പം അത് ചെയ്യിക്കുന്ന എന്തിനാണ്? ആ കുഞ്ഞിനെ വേണ്ട. ഇന്ന് നമ്മൾ കണക്കുകൾ എടുത്ത് നോക്കിയാൽ അബോർഷൻസ് നടക്കുന്നത്, മിക്കവാറും അബോർഷൻ നടക്കുന്നത് ഈ അകത്ത് കിടക്കുന്ന കുഞ്ഞിന് പ്രശ്നം ഉണ്ടായിട്ടോ, അല്ലേ റേപ്പ് കേസ്, ഇപ്പം ചില മാനഭംഗപ്പെട്ടോ അതിൻ്റെ കാരണത്താൽ ഒരു സ്ത്രീ പ്രഗ്നൻ്റായി, അതൊന്നുമല്ല. അമേരിക്കയിലെ പ്രത്യേകിച്ച് കണക്കുകളൊക്കെ എടുത്തു നോക്കിയാൽ ഒരു 80-85% കേസുകളും അബോർഷൻ ചെയ്യുന്ന എന്തിനാണെന്നറിയാമോ? അയ്യോ ഇപ്പം ഞങ്ങൾക്ക് കുട്ടി വേണ്ടായിരുന്നു, അയ്യോ ഞങ്ങൾക്ക് ഓൾറെഡി 2 കുട്ടിയുണ്ട്, ഞങ്ങൾക്ക് 3ാമത്തെ കുട്ടി വേണ്ടായിരുന്നു പക്ഷേ പ്രഗ്നൻ്റായി, അയ്യോ ഞങ്ങൾക്ക് ഇപ്പോൾ ഉടനെ കുട്ടി വേണ്ടായിരുന്നു, ഇത് ഞങ്ങൾക്ക് 2 വർഷം കഴിഞ്ഞ് മതിയായിരുന്നു, അല്ലെങ്കിൽ അയ്യോ കല്യാണം കഴിച്ചിട്ടില്ല പക്ഷേ ആൾക്കാരെ തമ്മിൽ ഒരു പുരുഷനും സ്ത്രീയും അവരെ സെക്സ് ചെയ്തിട്ട് അവർക്ക് ഒരു കുട്ടി ഉണ്ടാകുന്നു, പക്ഷെ അവർക്ക് അയ്യോ ഇത് ഞങ്ങൾ മാരീഡ് അല്ല, അപ്പോൾ അവർ അബോർട്ട് ചെയ്യുന്നു. അപ്പം മിക്കവാറും ഇന്ന് അബോർഷൻ നടക്കുന്നത് കൺവീനിയൻസിന് വേണ്ടി. അതായത് അയ്യോ ഇപ്പം എനിക്ക് കുട്ടി വേണ്ട, ഇത് എനിക്ക് ഇത്രയും, അതുകൊണ്ട് ഈ കുട്ടിയെ കളഞ്ഞേക്കാം. ഇതാണ് മെയിൻ. ഒരു ഏകദേശം 80-85%. പിന്നെ 10-15% അബോർഷൻ നടക്കുന്നത് ഇപ്പം പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞിട്ട് ഇന്ന് ഹോസ്പിറ്റലിൽ പോയാൽ ഏറ്റവും ആദ്യമേ എന്തുവാ ഡോക്ടർമാർ പറയുന്നത്? അൾട്രാസൗണ്ട് ചെയ്യാം. അപ്പോൾ പണ്ട് കാലത്ത് ഈ അൾട്രാസൗണ്ട് ഒന്നും ഇല്ലായിരുന്നു, അപ്പം പ്രശ്നമില്ലായിരുന്നല്ലോ. പക്ഷേ ഇപ്പം അൾട്രാസൗണ്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ചിലപ്പോഴൊക്കെ കാണാൻ സാധ്യത ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും ചെറിയ പ്രശ്നമെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഇന്ന് സംഭവിക്കുന്നത് വെച്ചാൽ ഗൈനക്കോളജിസ്റ്റ് സ്ട്രെയിറ്റ് അവേ പറയും, അതെ ഇങ്ങനൊരു പ്രശ്നമുണ്ട്. ഇത് കേൾക്കുമ്പോഴേ മാതാപിതാക്കൾ അയ്യോ ഇത് പ്രശ്നമാണല്ലോ. പണ്ട് ഓരോരുത്തർക്ക് 8-10 പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ആ പാടെ 1-2 കുട്ടികളെ ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. ചിലർക്കിപ്പം കുട്ടികളെ വേണ്ട എന്നുള്ള ലെവലിലാണ്. അപ്പോൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ആകെ ഉണ്ടാകുന്ന 1 കുട്ടിയോ 2 കുട്ടിയോ അതിനെന്തെങ്കിലും ഒരു ചെറിയ പ്രോബ്ലം കണ്ടെങ്കിൽ ആൾക്കാർ സ്ട്രെയിറ്റ് അവേ ഞങ്ങൾക്ക് വേണ്ട, അബോർട്ട് ചെയ്യാം. പലപ്പോഴും ഞാൻ ഫേസ് ചെയ്ത കേസ്, ഞാനിപ്പോൾ ചർച്ചിലെ ഒരു എൽഡർഹുഡ് ആയതുകൊണ്ടും പിന്നെ എന്നാ പീഡിയാട്രീഷ്യനുമാണ്. അപ്പോൾ ചില കേസ് നമുക്കിങ്ങനെ ആൾക്കാർ പറഞ്ഞിട്ടേ നമ്മളെ വിളിക്കാറുണ്ട്, അയ്യോ ഡോക്ടറെ ഞങ്ങൾ വൈഫ് പ്രഗ്നൻ്റ് ആണ്, അൾട്രാസൗണ്ട് ചെയ്തു, അത് കഴിഞ്ഞിട്ട് അവർ ഡബിൾ മാർക്കർ ടെസ്റ്റ് ചെയ്തു. ഈ ഡബിൾ മാർക്കർ ടെസ്റ്റ് എന്ന് വെച്ചാൽ ഡൗൺ സിൻഡ്രോം ഒരു വളരെ കോമൺ ഒരു കാര്യമാണ്. കോമൺ എന്ന് വെച്ചാൽ 700 കുട്ടികൾ ജനിച്ചാൽ 1 കുട്ടിക്ക് ഡൗൺ സിൻഡ്രോം കാണും. അതാണ് ജനറലായിട്ട്. അപ്പോൾ ഡൗൺ സിൻഡ്രോമിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു നല്ല കുട്ടികളാണ്, വളരെ ക്യൂട്ട് കുട്ടികളാണ്, പക്ഷേ എന്തെങ്കിലുമൊക്കെ മിക്കവാറും എല്ലാ പിള്ളേർക്കും സാധാരണ കുട്ടികൾക്കുള്ള ബുദ്ധിയെക്കാട്ടിൽ ഇച്ചിരി കുറവായിരിക്കും അവർക്ക്. പിന്നെ അവർക്ക് എന്തെങ്കിലും ഹാർട്ടിൻ്റെ അസുഖമോ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ വരാം. അപ്പോൾ ഡൗൺ സിൻഡ്രോം ഉണ്ടോ ഇല്ലയോ എന്ന് ഇവർ ടെസ്റ്റ് ചെയ്ത് നോക്കും. ഈ ഡബിൾ മാർക്കർ ടെസ്റ്റിനകത്ത് അയ്യോ ഈ റിസ്ക് 1 in 80 റിസ്ക് ഉണ്ട്, എന്നാൽ ഇനി അടുത്തത് എന്തുവാ, എന്നാ ആംനിയോസെൻറ്റസിസ് ചെയ്യാം, അല്ലെ എന്തേലും
വെള്ളം കുത്തിയെടുത്തിട്ട് അത് ടെസ്റ്റ് ചെയ്ത് നോക്കുക, അതിനകത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ. ഇതെല്ലാം എന്തിനാ ടെസ്റ്റ് ചെയ്യുന്നത്? ഈ കുട്ടിക്ക് കാര്യമായ റിസ്ക് ഉണ്ടെങ്കിൽ ഇതിനെ കളഞ്ഞുതരാം. അപ്പം ഇന്ന് എനിക്ക് ഈ ഒരു പ്രോഗ്രാമിൽ കൂടി ആൾക്കാരോട് പറയാനുള്ളത്, ഇപ്പം ഒരു ഡോക്ടർ പറയുക സാധാരണ ഡൗൺ സിൻഡ്രോം വരാനുള്ള റിസ്ക് 700-ൽ 1. ഇച്ചിരി പ്രായം ഇപ്പം സ്ത്രീകൾക്ക് അവർ പ്രഗ്നൻ്റ് ആകുമ്പോൾ ഇപ്പം 35 അല്ലെങ്കിൽ 40 വയസ്സൊക്കെ ഉണ്ടെങ്കിൽ 100-ൽ 1 ചാൻസ് ഉണ്ട് ആ കുട്ടിക്ക് ഡൗൺ സിൻഡ്രോം വരാൻ. പക്ഷേ ഇവർ ടെസ്റ്റ് ചെയ്തിട്ട് അയ്യോ 50-ൽ 1 ചാൻസ് ഉണ്ട്, 1 in 50 ചാൻസ് ഉണ്ട് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്തുവാ? ഇതുപോലത്തെ 50 പേരുണ്ടെങ്കിൽ അതിനകത്ത് ഒരാൾക്ക് ഡൗൺ സിൻഡ്രോം. ചുരുക്കം പറഞ്ഞാൽ നമ്മൾ തിരിച്ച് ചിന്തിക്കണം, 49 പേർക്ക് ഡൗൺ സിൻഡ്രോം ഇല്ല. പക്ഷെ ഈ 50 പേരോടും ഗൈനക്കോളജിസ്റ്റ് എന്തുവാ പറയുന്നത്? അബോർഷൻ ചെയ്യാം. ഈ ഗൈനക്കോളജിസ്റ്റിനെ ഞാൻ കുറ്റം അധികം പറയത്തില്ല, ബിക്കോസ് ഈ ഗൈനക്കോളജിസ്റ്റ് ഇങ്ങനെ പറയാതെ ഇനി അഥവാ ഒരു കുട്ടിക്ക് ഡൗൺ സിൻഡ്രോം വല്ലതും വന്നെങ്കിൽ ഹോസ്പിറ്റലില് രാഷ്ട്രീയക്കാരും റിലേറ്റീവ്സും എല്ലാം കൂടെ വന്നിട്ട് അതെന്താ ഡോക്ടറെ ഇതെല്ലാം ചെയ്തിട്ട് ഞങ്ങളോട് എന്താ പറയാഞ്ഞെന്നും പറഞ്ഞ് കല്ലെറിയാനായിട്ട് വരും. അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ ഗൈനക്കോളജിസ്റ്റിന് ഇതും വയ്യ അതും വയ്യ എന്നുള്ള ഒരു സാഹചര്യത്തിലാണ്. എൻ്റെ സ്വന്തം സിസ്റ്റർ ഒരു ഗൈനക്കോളജിസ്റ്റാണ്, ഡോക്ടർ സുമ. അപ്പം ഒരു വല്ലാത്ത സിറ്റുവേഷനാണ് അത്. പക്ഷേ ഒന്നോർത്ത് നോക്കിക്കേ, 1 in 50 ചാൻസ് ഉണ്ട്, പക്ഷേ 49 out of 50 ചാൻസ് അതിനില്ല. എന്നാലും ഇവരെ അബോർഷൻ ചെയ്തു തരും. അപ്പം ഇങ്ങനെ ഹോസ്പിറ്റൽസിൽ ഇപ്പം വളരെ കോമൺ ആയിട്ട് നടക്കണം. അപ്പം ഞാൻ ഇതുവരെ പറഞ്ഞ എന്തുവാ, പല കേസ് ഹോസ്പിറ്റൽ വരെ വരത്തില്ല. ഇത് അതായത് ഒരാൾ പെട്ടെന്ന് അങ്ങ് പ്രഗ്നൻ്റ് ആയി, അപ്പോൾ അവരിപ്പോൾ ആരോടും ചോദിക്കുന്നില്ല എന്തോ ചെയ്യണ്ടെന്ന്. ഇന്ന് ഡോക്ടറിൻ്റെ അടുത്ത് വരേണ്ട ആവശ്യമില്ല. ആൾക്കാർ വേണ്ട പിൽസ് ഉണ്ട്, ആ മരുന്ന് കഴിച്ചിട്ട് തന്നെ അങ്ങ് അബോർഷൻ. അതിനാണ് പറയുന്നത് മെഡിക്കൽ അബോർഷൻ. പിന്നെ സർജിക്കൽ അബോർഷൻ ഉണ്ട്. ഇപ്പം സപ്പോസ് ഒരു സ്ത്രീയുടെ ജസ്റ്റ് പീരീഡ് മിസ്സായി, എന്നിട്ട് ഒരാഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്കിനും ആ മരുന്ന് കഴിച്ചാൽ മതി. ആ മരുന്ന് കഴിക്കുമ്പം അകത്ത് കിടക്കുന്ന ആ ഭ്രൂണം അങ്ങ് പോവും. അപ്പോൾ അതിനെ മെഡിക്കൽ അബോർഷൻ. പക്ഷെ കുറച്ചുകൂടെ മുന്നോട്ട് അങ്ങ് പോകുമ്പോഴാണ് പിന്നെ ആൾക്കാർ ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്ത് വന്ന് ഗൈനക്കോളജിസ്റ്റ് പിന്നെ അബോർഷൻ ചെയ്യേണ്ടതായിട്ട് വരുന്നത്. സോ ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. അപ്പോൾ ഇതിൻ്റെ 2 മെയിൻ ചിന്താഗതികളുണ്ട്. നമ്മളെ അമേരിക്കയിൽ പ്രോ ലൈഫ്, പ്രോ ചോയ്സ് എന്ന് പറയുന്ന 2 ഗ്രൂപ്പുകളുണ്ട്. ഈ പ്രോ ലൈഫുകാർ പറയുന്നതെന്ന് വെച്ചാൽ ഈ അകത്ത് കിടക്കുന്ന ആ ഭ്രൂണം അതിന് ജീവനുണ്ട്, എംബ്രിയോയ്ക്ക് ജീവനുണ്ട്, ആ ഫീറ്റസ് അതിന് ജീവനുണ്ട്, അത് ഹ്യൂമൻ ലൈഫാണ്, ഹ്യൂമൻ ലൈഫിനെ എടുക്കുന്നത് മർഡറാണ്, അതുകൊണ്ട് അത് ചെയ്യുന്നത് തെറ്റാണ് എന്ന് പ്രോ ലൈഫുകാർ പറയുന്നു. പ്രോ ചോയ്സുകാർ പറയുന്നത് ഹലോ, ഒരു സ്ത്രീക്ക് തിരഞ്ഞെടുക്കാനുള്ള അധികാരമുണ്ട്, മൈ ബോഡി മൈ ചോയ്സ്, ഇതെൻ്റെ ശരീരമാണ് എന്നാണ് സ്ത്രീകൾ പറയുന്നത്. പ്രത്യേകിച്ച് ഫെമിനിസം ചൂടെ കൂടിയപ്പോഴത്തേക്കിന് അതിൻ്റെ ചില നല്ല പോയിന്റുകളുണ്ടെങ്കിലും, പക്ഷേ സ്ത്രീകളെ പ്രത്യേകിച്ച് പാശ്ചാത്യ രാജ്യത്തിൽ പറയാൻ തുടങ്ങി ഹലോ, ഞാൻ എൻ്റെ ശരീരത്തിൽ എന്തോ ചെയ്യണം, അത് എൻ്റെ അവകാശങ്ങളാണ്, ഇറ്റ്സ് മൈ റൈറ്റ്, ഇറ്റ്സ് മൈ ചോയ്സ്, യു ഷട്ട് അപ്പ്, ഞാൻ എന്ത് ചെയ്യുന്നു ചെയ്യുന്നില്ല, ദാറ്റ് ഈസ് നൺ ഓഫ് യുവർ ബിസിനസ്. അപ്പോൾ ഇങ്ങനെ 2 ഗ്രൂപ്പുകളുണ്ട്. അപ്പോൾ അമേരിക്കയിൽ ഇത് ഭയങ്കര പൊളിറ്റിക്കൽ ആയി, രാഷ്ട്രീയ, അതായത് റിപ്പബ്ലിക്കൻ പാർട്ടി പ്രോ ലൈഫിനെ കയറി പിടിച്ചു, ഡെമോക്രാറ്റ്സ് പ്രോ ചോയ്സിനെ പിടിച്ചു. അപ്പോൾ അവിടെ വലിയ വിഷയമാണ്. അപ്പം നിങ്ങൾ ഇപ്പം എന്നെ കേൾക്കുന്നവരിപ്പം ചിന്തിക്കും, ഈ ഡോക്ടർ പ്രോ ലൈഫാണോ പ്രോ ചോയ്സ് ആണോ? അപ്പം ഞാൻ ഈ 2 പാർട്ടിയിലും ആകാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ ഒരു നിലപാട് അല്ലെ എൻ്റെ ഒരു മനസ്സിലാക്കൽ ഇതാണ്, ഈ അകത്ത് കിടക്കുന്നത് ജീവൻ തന്നെയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിൻ്റെ കാരണം ഞാൻ പറയാം. ഓക്കെ, ഈ അകത്ത് കിടക്കുന്ന ആ ഭ്രൂണം
അത് ജസ്റ്റ് ഒരു സാധനമല്ല, അത് ജീവനാണ്. അത് എന്തിനാണ് ഞാൻ ജീവനാണെന്ന് പറയുന്നത്? എൻ്റെ ചില കാര്യം ഞാൻ പറയാം. ഒരു സ്പേം, ഓക്കെ, അതായത് ബീജം, ഒരു ഓവം അതായത് അണ്ഡം, ഇത് രണ്ടും കൂടെ ഒന്നിച്ച് വരുമ്പം ഒരു സൈഗോട്ട്, വൺ സെൽഡ് സൈഗോട്ട് വരും. ഈ സ്പേമിൻ്റെയും ഈ ഓവമിൻ്റെയും അകത്തുള്ള DNA, ജനറ്റിക് മെറ്റീരിയൽ വേറെയാണ്. അതായത് അപ്പൻ്റെ അല്ലെ ആ ഫാദറിൻ്റെ DNA ആണ് ഈ സ്പേമിനുള്ളത്, ഈ മദറിൻ്റെ DNA ആണ് ഈ ഓവമിനുള്ളത്. പക്ഷേ ഈ സൈഗോട്ട് ആകുമ്പം അത് ഫാദറിൻ്റെ DNA അല്ല, മദറിൻ്റെ DNA അല്ല, അതൊരു യുണീക്ക് ആയിട്ടുള്ള DNA ആണ്. അപ്പം ഈ ഒരു അമ്മയുടെ ഉദരത്തിൽ, ഒരു സ്ത്രീയുടെ ഉദരത്തിൽ ആ സൈഗോട്ട് വരുമ്പോൾ അത് ആ സ്ത്രീയുടെയുമല്ല, അത് ആ പുരുഷൻ്റെയുമല്ല, ഇതൊരു പുതിയ വ്യക്തി അവിടെ തുടങ്ങി എന്നാണ് സയൻറ്റിഫിക്കലി നമുക്ക് പറയാൻ പറ്റുന്നത്. ബിക്കോസ് ഇറ്റ് ഈസ് നൈദർ ഓഫ് ദ ഫാദർ നോർ ഓഫ് ദ മദർ. പിന്നെ ആ സൈഗോട്ട് വലുതാവും, അതൊരു എംബ്രിയോ ആവും, അത് ഇംപ്ലാന്റേഷൻ വരും, അതായത് യൂട്രസിൽ ചെന്ന് അത് ഒരിടത്ത് വന്നിട്ട് അതങ്ങ് സെറ്റിലാവും. എന്നിട്ട് അവിടാണ് അത് വളരുന്നത്. ഇത് വളർന്നിട്ട് 4 ആഴ്ച കഴിയുമ്പോഴത്തേക്കിന്, വെറും 4 ആഴ്ച കഴിയുമ്പോഴത്തേക്കിന് അൾട്രാസൗണ്ട് വെച്ച് നമുക്ക് അതിൻ്റെ ഹാർട്ട് ബീറ്റ് കേൾക്കാൻ പറ്റും. ഈ അകത്ത് കിടക്കുന്നതിന് ജീവനില്ല എന്ന് പറയുന്ന ആൾക്കാർ, പ്ലീസ് നിങ്ങളെ ഒരു ഹോസ്പിറ്റലിൽ പോയി നിങ്ങളെ ഒരു പ്രഗ്നൻ്റ് വുമൻ്റെ അതിലോട്ട് ആ അൾട്രാസൗണ്ടിൻ്റെ പ്രോബ് ഒന്ന് വെച്ചാൽ മതി. ഡോപ്ലർ ഡുക് 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 എന്ന് കേൾക്കും. ഇനി ഡുക് ഡുക് എന്ന് കേൾക്കുന്നതും ജീവനല്ലെന്ന് വേണേ ഒരാൾക്ക് പറയാം. പക്ഷെ ഞാൻ ഒരിക്കലും പറയത്തില്ല. അയ്യോ, കുറച്ചാഴ്ചകൾ കഴിയുമ്പോഴത്തേക്കിന് അതിൻ്റെ ബ്രെയിൻ ആക്ടിവിറ്റി ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും. ഒരു 8 അല്ലെ 10 ആഴ്ച അകത്ത് ഈ ഭ്രൂണത്തിനാകുമ്പോഴത്തേക്കിനെ ശരീരത്തെ മിക്കവാറും അവയവങ്ങൾ ഫോംഡായി. ഫുള്ളി ഫോംഡ് ആയിട്ടില്ല, മൊത്തമായിട്ടും അത് ഫോം ആയിട്ടില്ലെങ്കിലും ഫോംഡായി. അപ്പം വെൻ ഡസ് ലൈഫ് ബിഗിൻ എന്നുള്ളൊരു ചോദ്യത്തിൻ്റെ ഉത്തരം എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും ഫെർട്ടിലൈസേഷൻ. ഇനിയിപ്പോൾ ഫെർട്ടിലൈസേഷൻ അല്ലെങ്കിൽ ചിലർ പറയാം അല്ല, ഫെർട്ടിലൈസേഷൻ ഇംപ്ലാന്റേഷൻ, അതായത് അതിൻ്റെ കുറച്ച് ദിവസം കഴിഞ്ഞാൽ അത് യൂട്രസിൽ ഒരിടത്ത് വന്ന് ഇതാവും. ഓക്കെ, പക്ഷേ വളരെ നേരത്തെ തന്നെ ജീവൻ അവിടെ തുടങ്ങി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ സയൻറ്റിഫിക് ബേസിസും ഉണ്ട്. അതുമാത്രമല്ല, ഈ എംബ്രിയോ വലുതായി ഒരു സമയത്ത് ഇത് പുറത്തു വരുന്നു. അപ്പം എനിക്ക് ചോദിക്കാനുള്ളത്, ഒരു നവജാത ശിശു, അതും ഒരു മുതിർന്ന ഒരു ആളല്ലല്ലോ, അപ്പോൾ അതൊരു ജീവനാണോ? പുറത്ത് വന്നു കഴിഞ്ഞിട്ടും നമുക്ക് വേണേൽ പറയാം ഇതിന് ഫിലോസഫി മനസ്സിലാകത്തില്ല, അല്ലെ ഇതിനെ ഇപ്പം നടക്കാൻ പറ്റുന്നില്ല, തന്നെത്താൻ കിച്ചണിൽ പോയി ഗ്യാസേൽ ഒന്നും ഉണ്ടാക്കാൻ അറിയത്തില്ല. ചേടാ, അപ്പോൾ അത് ജീവനല്ലേ? അപ്പം ഈ ജീവൻ എപ്പോൾ തൊട്ടാ തുടങ്ങുന്നത്? അപ്പോൾ അവിടം തൊട്ടേ ജീവൻ തുടങ്ങി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇൻ ദാറ്റ് സെൻസ് ഐ ആം പ്രോ ലൈഫ്. പക്ഷേ ഈ പ്രോ ലൈഫ് എന്ന് പറഞ്ഞ് ചിലരങ്ങ് ഓവറാവും. ഈ ഓവറാവുന്ന എപ്പോഴാന്ന് ഞാൻ പറയാം. ഇപ്പം ഒരു കേസുണ്ട്. സപ്പോസ് ഒരു 15 വയസ്സുള്ളൊരു പെൺകുട്ടി, അത് മാനഭംഗപ്പെട്ടു, റേപ്പായി. അങ്ങനെ അവൾ പ്രഗ്നൻ്റായി, ആരോടും പറഞ്ഞില്ല, പ്രഗ്നൻ്റായി. കുറച്ച് നാൾ കഴിഞ്ഞ് വയറൊക്കെ ഇച്ചിരി വലുതായി, എല്ലാവരും അറിഞ്ഞു. ഇനി എന്ത് ചെയ്യണം? അപ്പം ഈ മതപരമായിട്ടല്ലേ സ്പിരിച്വലി ഒക്കെ വലിയ ഇതകത്ത് ജീവനാണ്, നമ്മളൊന്നും ചെയ്യരുത്, അബോർഷൻ ഒന്നും ചെയ്യരുത്. ഓക്കെ, വെരി ഗുഡ്. പക്ഷേ ഇത് നിങ്ങളുടെ ഒരു മോളാണെങ്കിലോ? എല്ലാവരും അറിയത്തില്ലേ? ഈ പ്രഗ്നൻസി എന്ന് പറയുന്നത് പാത്ത് വെച്ചുകൊണ്ട് നടക്കാൻ പറ്റുമോ? എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞാൽ ഇനി ആ മോളുടെ കല്യാണം, ഇനി ആരിലും അവിടെ ജീവിതത്തിൽ ഇനി കല്യാണം നടക്കുമോ? സമൂഹത്തിൽ എത്ര ഷെയിം വരും.
അപ്പം നമ്മുടെ സ്വന്തം മോളായിരുന്നു അതെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേനെ? അപ്പം പിന്നെ നമ്മൾ പ്രോ ലൈഫ് പ്രോ ചോയ്സ് എന്നുള്ള ഈ അടിപിടിയൊക്കെ നിർത്തിയിട്ട് നമ്മൾ ഇച്ചിരി കമ്പാഷനേറ്റ് ആയിട്ട് ചിന്തിക്കാൻ തുടങ്ങും. ഒരുപക്ഷെ ആ മോള് വളരെ വിഷമത്തിലായിരിക്കും, ആ ഫാമിലി വിഷമത്തിലായിരിക്കും. അപ്പം നമ്മൾ ഈ ഈ പരീക്ഷന്മാരുടെ വീട്ടിൽ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, ഓക്കെ ഇതാണ് നിയമം പറയുന്നത്, ഇതാണ് ബൈബിൾ പറയുന്നത്. ഓക്കെ, വെരി ഗുഡ്. ബൈബിൾ ഇത് മാത്രമല്ല പറയുന്നത്, ബൈബിൾ തമ്മിൽ സ്നേഹിക്കണമെന്നും പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മുടെ മോളായിരുന്നേ നമ്മൾ എന്തൊക്കെ ചെയ്തേനെ? അപ്പം നമ്മൾ ചൂട് ചിന്തിക്കാൻ തുടങ്ങും. മിക്കവാറും ഈ അബോർഷൻ്റെ ഇത് വരുമ്പോൾ എല്ലാവരും കൊണ്ടുവരുന്ന ഒരു സിറ്റുവേഷനാണ്, റേപ്പ് കേസിൽ എന്ത് ചെയ്യും, ഇൻസെസ്റ്റിൽ എന്ത് ചെയ്യും. ഇൻസെസ്റ്റ് എന്ന് വെച്ചാൽ വീട്ടിലെ തന്നെ ഫാദർ അല്ലെ അങ്കിളോ അല്ലെ ആരെങ്കിലും ഒക്കെ ഇങ്ങനെ സെക്ഷൽ കോണ്ടാക്റ്റ് ഒക്കെ വെച്ചിട്ട് അങ്ങനെ ഉള്ള കേസ് എന്ത് ചെയ്യും? അപ്പം നമ്മൾ ഇച്ചിരൂടെ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്, സമൂഹം സഹായിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ഈ മാനഭംഗപ്പെട്ട കേസിൽ എന്തോ ചെയ്യണമെന്ന് ഇതിനെപ്പറ്റി എൻ്റെ വൈഫ് കുറച്ച് റിസർച്ചൊക്കെ ചെയ്തായിരുന്നു. അപ്പം ശാന്തി പറഞ്ഞത്, അമേരിക്കയിലൊക്കെ സ്റ്റഡീസ് നടത്തിയിട്ടുണ്ട്. അതിനകത്ത് ഒരു റേപ്പ് വിക്ടിം എപ്പോഴും എനിക്ക് കുട്ടി വേണ്ട എന്ന് മാത്രമല്ല, അവരുടെ മൈൻഡ് അപ്പം ഒരുമാതിരി ആയിരിക്കും. പക്ഷെങ്കിൽ പലപ്പോഴും അവർക്ക് കുട്ടികൾ ഉണ്ടായിക്കഴിഞ്ഞിട്ട് ആ കുട്ടികൾ അവർക്കൊരു വലിയ ഹീലിംഗ് ആയിട്ട് വരാൻ സാധ്യതയും ഉണ്ട്. അങ്ങനെ കണക്കുകൾ പറയുന്നുണ്ട്. ദാറ്റ് വെൻ ദേ ക്യാരി ഓൺ ദ പ്രഗ്നൻസി മെനി ഓഫ് ദം ആ കുട്ടിയുടെ ഇത് വെച്ച് മെനി ഓഫ് ദം ഹാവ് ബീൻ ഹീൽഡ്. ബിക്കോസ് നമ്മൾ സാധാരണ ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ ആ കുട്ടിയെ എപ്പം കണ്ടാലും അവർക്ക് ആ റേപ്പിൻ്റെ ഓർമ്മ വരും. ദാറ്റ് ഈസ് ബാഡ്, അതുകൊണ്ട് അബോർഷൻ ചെയ്തേരാ. അപ്പം ഇതൊക്കെ ഡിഫിക്കൽട്ട് സിറ്റുവേഷനാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ മാസ്റ്റർമാരോ അല്ലെ ബാക്കിയുള്ളവരോ ഒരിക്കലും അബോർഷൻ ചെയ്യരുത് എന്ന് നമ്മൾ പറഞ്ഞാൽ മാത്രം പോരാ. അപ്പോൾ ആ ആളിനെ സപ്പോർട്ട് ചെയ്യണം. ഇനിയിപ്പം ഓക്കെ, ഒരു തെറ്റ് പറ്റി, റേപ്പ്, ഇനി ആ തെറ്റ് പറ്റിയതിന് ഇനി അടുത്ത മർഡർ നടക്കണോ കുഞ്ഞിൻ്റെ? അപ്പം ചിലർ പറയാം ഇവിടെ മർഡർ നടന്നില്ല അമ്മയ്ക്ക് പ്രശ്നം വരും. ഓക്കെ, അപ്പം നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്ത്, മെൻ്റലി സപ്പോർട്ട് ചെയ്ത്, ഇമോഷണലി സപ്പോർട്ട് ചെയ്ത്, സ്പിരിച്വലി സപ്പോർട്ട് ചെയ്ത് ആ പ്രഗ്നൻസി മുന്നോട്ട് കൊണ്ടുവന്നിട്ട് ആ കുഞ്ഞിനെ നമുക്ക് അഡോപ്റ്റ് അവർക്ക് വേണ്ടെങ്കിൽ വേറെ അഡോപ്ഷൻ ഏജൻസീസിന് കൊടുക്കാം. അതിനെ കൊല്ലുന്നത് മാത്രമല്ല ഒരേ ഒരു സൊല്യൂഷൻ. അത് മാത്രമല്ല, ആ കുഞ്ഞിൻ്റെ തെറ്റ്, ആ റേപ്പ് ചെയ്തവൻ്റെ തെറ്റുണ്ട്, ഈ അമ്മയുടെ തെറ്റല്ല. പക്ഷെ കുഞ്ഞിൻ്റെ തെറ്റാണോ? എല്ലാവരും പറയുന്നതെന്ന് വെച്ചാൽ അമ്മയുടെ അവകാശം. ഓക്കെ, അമ്മയ്ക്ക് അവകാശമുണ്ട്. ഈ അകത്ത് കിടക്കുന്ന കുഞ്ഞിന് വല്ല അവകാശമുണ്ടോ? ആരെങ്കിലും ചോദിക്കുന്നുണ്ടോ? അതിൻ്റെ അവകാശങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണ്ടേ? സോ ഇപ്പം ആരെങ്കിലും ചോദിക്കുക, ഡോക്ടർ സുനിൽ നിങ്ങൾ പ്രോ ലൈഫാണോ പ്രോ ചോയ്സ് ആണോ? ഞാൻ പറയും, ഞാൻ പ്രോ ലൈഫാണ്. ഈ പ്രോ ലൈഫ് എന്ന് പറയുന്ന ഒരു പ്രോ ബർത്താണ്. അതായത് ആ ജനിച്ചു, ഇനിയിപ്പം ഐ ഡോണ്ട് കെയർ എന്നല്ല. യഥാർത്ഥ പ്രോ ലൈഫ് ആരാ? എങ്ങനെയും കുട്ടിയെ ജനിപ്പിച്ചിട്ട് ഇനിയും ബൈ ബൈ എന്ന് പറയുമല്ല, അവരെ മുന്നോട്ട് സഹായിക്കണം. ഇപ്പം ഞാൻ പറയട്ടെ, ഒരു കുട്ടിക്ക് അകത്ത് കിടക്കുമ്പം തന്നെ പല വൈകല്യങ്ങളുണ്ടെന്നിരിക്കട്ടെ. അപ്പം നമ്മൾ ചർച്ചിലും ബാക്കി എല്ലാവരും പറയും, വൈകല്യങ്ങളുണ്ടെങ്കിലും കുഴപ്പമില്ല, അതിനെ നമ്മൾ ജനിപ്പിക്കണം. വെരി ഗുഡ്, വൈകല്യം ഉണ്ടെങ്കിൽ ജനിപ്പിക്കണം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ 2-3 ഓപ്പറേഷൻ ചെയ്യണം. കൂലിവേല ചെയ്യുന്ന ആളാണ്, ആര് ധനസഹായം കൊടുക്കും? നമ്മൾ നോക്കുമോ? അവിടാണ് സഭയിലെ ആൾക്കാരും ചർച്ചസും ഒക്കെ ഉണരേണ്ടത്. അതായത് നമ്മൾ ജസ്റ്റ് ഇത് മാത്രം പറഞ്ഞാൽ പോരാ, നമ്മൾ ഇങ്ങനെയുള്ള ആൾക്കാരുടെ കൂടെ നിൽക്കണം, സഹായിക്കണം. വേണമെങ്കിൽ ഫൈനാൻഷ്യൽ ഹെൽപ്പ് കൊടുക്കണം, ഇമോഷണൽ ഹെൽപ്പ് കൊടുക്കണം, മെൻ്റൽ ഹെൽപ്പ് കൊടുക്കണം, സ്പിരിച്വൽ ഹെൽപ്പ് കൊടുക്കണം. സോ ഇതൊരു മോറൽ ഇഷ്യൂ മാത്രമല്ല, ഇതൊരു ലവ് കമ്പാഷൻ ഇഷ്യൂവും കൂടെ ആണ്. സോ ഞാൻ അതുകൊണ്ട് പ്രോ ബർത്ത് മാത്രമല്ല, പ്രോ ലൈഫാണ് ത്രൂ ഔട്ട്. അത് മാത്രമല്ല, ഞാൻ പ്രോ ചോയ്സുമാണ്. പ്രോ ചോയ്സിൻ്റെ അർത്ഥം ഡെഫിനറ്റ്ലി അമ്മമാർക്ക് ഒരു മുൻഗണന ഉണ്ട് ഇതിനകത്ത്.
ദാറ്റ് ദ ഹെൽത്ത് ഓഫ് ദ മദർ ഇസ് സുപ്രീം. ആ മദറിനെ എല്ലാ രീതിയിലും നമ്മൾ സഹായിക്കണം. ഇപ്പം 3 കുട്ടികളുണ്ട്, 4ാമത്തെ കുട്ടിക്ക് അവിടെ ആഗ്രഹമില്ലായിരുന്നു, പക്ഷേ പ്രഗ്നൻ്റ് ആയി. അപ്പോൾ ഇനി എന്ത് ചെയ്യും? അപ്പം ദേ നീഡ് ഇമോഷണൽ സപ്പോർട്ട്. അത് കഴിഞ്ഞിട്ട് ആ കുട്ടിയെ അവർക്ക് വേണ്ടെങ്കിൽ അത് അഡോപ്ഷൻ ഏജൻസീസിന് കൊടുക്കാം. അങ്ങനെയൊക്കെ പല കാര്യങ്ങൾ ചെയ്യാം. പിന്നെ ഞാൻ പ്രോ ചോയ്സ് ആണെന്ന് പറയാൻ കാര്യം, ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ ആരുടെയും തലയിൽ കയറിയിരിക്കുമല്ലോ. അവസാനം അത് അവരുടെ ചോയ്സാണ്. ദൈവം തന്നെ മനുഷ്യന് ചോയ്സ് കൊടുക്കുന്നു. ഞാൻ ചിന്തിക്കുന്നത് ഈ ദൈവമാണ് ലോകത്തിലെ ഏറ്റവും പ്രോ ചോയ്സ് ആള്. ഏദൻ തോട്ടത്തിൽ ആദാമും ഹവ്വയോടും പറഞ്ഞു നിങ്ങളിത് കഴിക്കരുതെന്ന്. അവരത് കഴിക്കാൻ പോയപ്പം ദൈവം എന്തോ ചെയ്തു? നമ്മളായിരുന്നു എന്ത് ചെയ്തേനെ? നമ്മളായിരുന്നെങ്കിൽ, ഞാനൊക്കെ ആയിരുന്നെങ്കിൽ ഉടനെ ഹവ്വയുടെ കൈ പാരലൈസ്ഡ് ആക്കിയേനെ, അല്ലെങ്കിൽ ആ ഫ്രൂട്ട് അങ്ങ് താഴെ വീണ് പോയേനെ. പക്ഷെ ദൈവം പ്രോ ചോയ്സാണ്. അതായത് ദൈവം ചോയ്സ് കൊടുത്തു. ഇനി ആ ചോയ്സ് തെറ്റായ ചോയ്സാണ്, അതിൻ്റെ പരിണിത ഫലങ്ങളുണ്ട് എന്ന് ആൾക്കാർ മനസ്സിലാക്കണം. സോ ഇൻ ദാറ്റ് സെൻസ് നമ്മൾ ഇങ്ങനത്തെ പ്രോഗ്രാമും ഇതെല്ലാം നടത്തിയിട്ട് ഇനി ആൾക്കാരെ ഇവിടെ നമ്മളെ കുറ്റം പറയാൻ വേണ്ടിയല്ല ഇത് ചെയ്തിരിക്കുന്നത്. യുനോ, ഇത് നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ, ഓ മൈ ഗോഡ്, അകത്ത് കിടക്കുന്നത് ഒരു പ്രഷ്യസ് ലൈഫാണ്. ആ ലൈഫിനെ എടുക്കാനുള്ള അധികാരം ദൈവം നമുക്ക് തന്നിട്ടുണ്ടോ? തന്നിട്ടില്ല എങ്കിൽ പിന്നെ എന്നാലും നമ്മൾ ഏത് കാരണം പറഞ്ഞ് ലൈഫ് എടുത്താലും അത് കൊലപാതകം അല്ലേ? സോ ഇതാണ് എനിക്ക് ഒരു ഒരു ജനറലായിട്ട് പറയാനുള്ളത്. ഇതിൻ്റെ ബേസിൽ ഇനിയും എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. യെസ്, അതെ, ചോദ്യങ്ങൾ പലതും എൻ്റെ മനസ്സിൽ വരുന്നുണ്ട് സാറേ. പ്രത്യേകിച്ചും ഈ അടുത്ത സമയങ്ങളിൽ ജന്മനാ ഉള്ള പ്രശ്നങ്ങൾ, ഓട്ടിസം പോലുള്ള പ്രശ്നങ്ങൾ ഒത്തിരി വർദ്ധിച്ചു വരുന്നു. കഴിഞ്ഞ ഇടയ്ക്ക് അമേരിക്കൻ പ്രസിഡന്റ് തന്നെ അതിനെക്കുറിച്ചൊരു പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു. ചില വർഷങ്ങൾക്ക് മുമ്പ് ഓട്ടിസം വളരെ കുറവായിരുന്നു. സോ ഇപ്പോൾ അമേരിക്കൻ ഗവൺമെൻറ് തന്നെ ചില റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടാണ് ഓട്ടിസം ഇത്രയും വർദ്ധിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഈ പലപ്പോഴും ഈ പ്രോ ചോയ്സുകാർ പറയുന്നത് ഇങ്ങനെയുള്ള വൈകല്യങ്ങൾ ഡിറ്റക്റ്റ് ചെയ്താൽ, ഓട്ടിസമോ അല്ലെങ്കിൽ ഈ സാർ പറഞ്ഞതുപോലെ ആ കുട്ടിയെ ജനിച്ച് കഷ്ടപ്പെടുത്തുവാൻ അല്ലെങ്കിൽ ആ മാതാപിതാക്കളെ കഷ്ടപ്പെടുത്തുവാൻ അനുവദിക്കണമോ? ഇതിന്റെ 2 ആൻസർ ഉണ്ട്. വൈകല്യങ്ങൾ കൂടാനുള്ള ഒരു കാരണം എന്തായിരിക്കും? ഇതിന്റെ 2 ആൻസർ ഞാൻ പറയാം. ഒന്നാമതായിട്ട് ഈ ഓട്ടിസം കൂടുന്നുണ്ട്, അതൊക്കെ ശരിയാണ്. പക്ഷേ ഇപ്പം ഒരു അമ്മയുടെ ഉദരത്തിൽ കിടക്കുന്ന കുട്ടിക്ക് ഓട്ടിസം ആകുമോ ഇല്ലയോ എന്ന് നേരത്തെ കണ്ടുപിടിക്കാനുള്ള ഒരു ടെസ്റ്റും ഇന്ന് വരെ കണ്ടുപിടിച്ചിട്ടില്ല. സോ അതുകൊണ്ട് ഓട്ടിസം ഈ കാറ്റഗറി, ഓട്ടിസം ഉള്ളത് കൊണ്ട് അബോർഷൻ ചെയ്യുന്നു, അങ്ങനൊരു വിഷയമേ ഇപ്പം ഇല്ല. പക്ഷേ ഓട്ടിസം കൂടുന്നുണ്ട്, അതിൻ്റെ എന്തോ ആ കാരണം എന്ന് ആൾക്കാർ ചിന്തിക്കുന്നുണ്ട്. പിന്നെ പ്രസിഡന്റ് ട്രംപ് പറഞ്ഞത് ഒട്ടുമേ ശരിയല്ല, പാരസിറ്റമോൾ അമ്മമാർ കഴിക്കുന്നത് കൊണ്ട് വന്നെന്ന്. അത് ശരിയല്ല. അത് വലിയ വലിയ സയൻറ്റിസ്റ്റും എല്ലാം അത് തെറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് പൊളിറ്റിക്കലും അത് അദ്ദേഹത്തിൻ്റെ ഒരു ഒരു സ്വഭാവം, അതിനെക്കുറിച്ച് ഞാനിപ്പം പറയുന്നില്ല. പക്ഷെങ്കിൽ വൈകല്യങ്ങൾ, യെസ്, ഹാർട്ടിൻ്റെ പല അസുഖങ്ങൾ വരാം, ബ്രെയിനിൻ്റെ അസുഖങ്ങൾ വരാം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡൗൺ സിൻഡ്രോം വരാം. ഇതൊക്കെ പലതും നേരത്തെ നമുക്ക് വേണമെങ്കിൽ കണ്ടുപിടിക്കാം. അപ്പം സാധാരണ ആൾക്കാരെല്ലാം പറയുന്നത് ഇങ്ങനെയുള്ള ഒരു കുട്ടി പുറത്ത് വന്നാൽ അത് ആ കുട്ടിക്ക് നല്ലതല്ല, അതാ പേരൻസിനും നല്ലതല്ല. അതുകൊണ്ട് അവരുടെ എല്ലാം പ്രശ്നങ്ങൾ നേരത്തെ നമുക്കങ്ങ് സോൾവ് ആക്കരുതോ? ഇതിൻ്റെ 2 ഉത്തരം എനിക്ക് പറയാനുണ്ട്. നമ്പർ 1 പോയിന്റ്, 2 പോയിന്റ് പറയാനുണ്ട്. ഒരു വൈകല്യമുള്ള ഒരു കുട്ടി ജനിച്ചാൽ ആ കുട്ടിക്കോ അതിൻ്റെ പേരൻസിനോ ഒട്ടും പ്രയോജനം ഒരു രീതിയിലും ഇല്ലായിരിക്കും എന്ന് നമ്മൾ ഏത് ബേസിലാണ് പറയുന്നത്? എത്രയോ പേര് വൈകല്യങ്ങളുള്ളവർ, ഡിഫറൻ്റ്ലി ഏബിൾഡ് കുട്ടികൾ ഇന്ന് ലോകത്തിൽ ഉണ്ട്. കുട്ടികൾ അവരെപ്പോഴും കുട്ടികളല്ല, അവർ വലുതുമായിട്ടുണ്ട്. അവരിൽ കൂടി എത്രയോ പേര് അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്, എത്രയോ പേര് ബ്ലെസ്ഡ് ആയിട്ടുണ്ട്, എത്രയോ ജീവിതത്തിലെ ലെസൺസ്, പാഠങ്ങൾ
പഠിക്കാനായിട്ട് ഇവർ മുഖാന്തരമായിട്ടുണ്ട്. സോ ഇവരൊക്കെ ഒന്നിനും കൊള്ളാത്ത ആൾക്കാരാണ് എന്നുള്ള ആ ചിന്താഗതി തന്നെ തെറ്റാണ്. ഇനി ഇപ്പോൾ ഒരു വൈകല്യമില്ലാത്ത ഒരു കുട്ടി ജനിച്ച് കഴിഞ്ഞിട്ട് അതിന് വൈകല്യം വന്നേലോ, അപ്പം നമ്മൾ എന്ത് ചെയ്യും? സപ്പോസ് ഞാൻ നിയോനെറ്റോളജിസ്റ്റ് പീഡിയാട്രീഷ്യനാണ്. ചില കുട്ടികൾ ജനിക്കുമ്പോൾ ഒരു പ്രശ്നവുമില്ല, അത് കഴിഞ്ഞിട്ട് അതിനൊരു മെനിഞ്ചൈറ്റിസ് വന്നു, മസ്തിഷ്ക ജ്വരം, അത് കഴിഞ്ഞിട്ട് അതിന് പിന്നെ മന്ദബുദ്ധിയൊക്കെ വന്നു. അപ്പോൾ ഇനി അതിനെ എന്ത് ചെയ്യണം? ബിക്കോസ് നമ്മുടെ മൈൻഡ് എന്തുവാ? അയ്യോ, ഇത് ആ കുട്ടിക്കും പ്രശ്നമാണ്, ഞങ്ങൾക്കും പ്രശ്നമാണ്, എന്നാൽ പ്രശ്നത്തെ അങ്ങ് മാറ്റിക്കളയാം. എന്നാൽ ഇതേ രീതിയിലാണ് ഞാൻ പറയുന്നത്. ഇപ്പം ഇന്ന് എനിക്ക് 54 വയസ്സുണ്ട്. ഞാൻ പോയി ഒരു ആക്സിഡൻ്റ് ആയെന്നിരിക്കട്ടെ, അങ്ങനെ വരാതിരിക്കട്ടെ, പക്ഷേ ഒരു ആക്സിഡൻറ്റ് വന്നെന്നിരിക്കട്ടെ. ആക്സിഡൻറ്റ് വന്ന് എൻ്റെ ഇവിടെ നടുവിന് താഴോട്ട് കംപ്ലീറ്റ് പാരലൈസ്ഡായി, ഇനി കാലും അനങ്ങുന്നില്ല, ജീവിതകാലം മൊത്തം കിടപ്പാണ്, മലവും മൂത്രവും എല്ലാം ഇനിയും തൊട്ട് ബെഡേലാണ്. ഉടനെ ഒന്നും ഞാൻ മരിക്കുമെന്നും സാധ്യതയില്ല. എന്താണെന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ ബ്രെയിനൊക്കെ ഓക്കെയാണ്. അപ്പം ഒന്ന് ഇമാജിൻ ചെയ്യുക, എൻ്റെ വീട്ടുകാരിനി എന്തുവാ ഡോക്ടർമാരോട് ചോദിക്കുന്നത്, ഡോക്ടറെ ഇതിനി ഞങ്ങൾക്കൊരു ഭാരമാവുമല്ലോ, ഇദ്ദേഹത്തെ എങ്ങനെയാണ് ഇവിടുന്ന് പറഞ്ഞു വിടാൻ പറ്റുന്നത് എന്ന് നമ്മൾ ചോദിക്കണോ? ആ ഒരു ചിന്താഗതിയെ ശരിയല്ല, ഐ ഫീൽ. ഇനിയിപ്പം ഈ ഓരോരുത്തരുടെ പ്രശ്നം കുറയ്ക്കാൻ വേണ്ടി, നമ്മളുടെ പ്രശ്നം കുറയ്ക്കാൻ വേണ്ടി, അവരുടെ പ്രശ്നം കുറയ്ക്കാൻ വേണ്ടി ആണെങ്കിലും ജീവൻ തരാൻ ആർക്കെങ്കിലും ജീവൻ കൊടുക്കാൻ നമുക്ക് പറ്റുമോ? ജീവൻ കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ജീവൻ എടുക്കാനുള്ള അധികാരം ആര് നമുക്ക് നൽകി? എനിക്ക് ചോദിക്കാനുള്ള ഇതേ ഉള്ളൂ. ഹൂ ഹാസ് ഗിവൺ അസ് ദ പവർ ടു ടേക്ക് ലൈഫ്? നമുക്ക് വി ഡോണ്ട് ഹാവ് പവർ ടു ഗീവ് ലൈഫ്. അപ്പം ആകെപ്പാടെ നമ്മുടെ സൃഷ്ടാവേ ഉള്ളൂ. യുനോ, ഐ ആം ദ ആൽഫ ആൻഡ് ഒമേഗ. അല്ലെ, ദൈവമാണ് നമുക്ക് ജീവൻ നൽകുന്നത്. ആ ദൈവത്തിന് എൻ്റെ കയ്യിലാണ് യുനോ ഐ ഹാവ് ദ കീ ഓഫ് ഹെയ്ഡ്സ് ആൻഡ് ഡെത്ത്. അപ്പം നമ്മൾ അതുകൊണ്ട് ഇഫ് വി ആർ ഗോയിങ് ടു പ്ലേ ക്രിയേറ്റർ, നമ്മൾ ക്രിയേഷനാണ് എന്നാണ് എൻ്റെ ബലമായ ഒരു വിശ്വാസം. അതുകൊണ്ട് തന്നെ ആ ഒരു മൈൻഡ് ഒരു ക്രിസ്ത്യനാണെങ്കിൽ, ഞാനിപ്പോൾ ഇത് സംസാരിക്കുന്ന ആൾക്കാർ അഥവാ ബൈബിളിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കൊരു കൺഫ്യൂഷനും വേണ്ട. യുനോ ദാറ്റ് ദൈവമാണ് എല്ലാ ജീവിതവും തരുന്നത്. 139 സങ്കീർത്തനം ഒന്ന് വായിച്ചാൽ മതി. അയ്യോ, നിന്നെ ഞാൻ അകത്തായിരുന്നപ്പോൾ ഞാൻ ഉരുവാക്കി, യുനോ ആൻഡ് യുനോ I formed your unformed substance ആയിരുന്നപ്പോൾ I formed your inward parts. You see? എന്നിട്ട് ആ അകത്ത് കിടക്കുന്ന ആളിന് വേണ്ടി മൊത്തം ദൈവത്തിൻ്റെ പ്ലാനുകളുണ്ട്. നമ്മൾ ആരാ കയറി വന്ന ദൈവത്തിൻ്റെ പ്ലാനിനെ എല്ലാം നശിപ്പിക്കാനായിട്ട് നമുക്ക് അധികാരം തരുന്നു? ഇനി ബൈബിളിൽ വിശ്വസിക്കുന്ന ആൾക്കാരോട് ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്. മറിയം ഗർഭിണിയാണ്. മറിയം എലിസബത്തിനെ കാണാൻ പോയി. എലിസബത്തും ഗർഭിണിയാണ്. പക്ഷെ മറിയം അങ്ങോട്ട് ചെല്ലുകയും എലിസബത്തിനോട് ആ ഗ്രീറ്റിംഗ് കൊടുത്തപ്പോൾ എലിസബത്തിൻ്റെ അകത്ത് അവൻ്റെ ഉദരത്തിൽ കിടന്ന യോഹന്നാൻ, ആ ബേബി റെസ്പോണ്ട് ചെയ്തു. ആഹാ, അത് കൊള്ളാമല്ലോ, അപ്പം അതിന് ജീവനുണ്ടല്ലേ. അതിന് സ്പിരിച്വലി വരെ സെൻസിറ്റീവാണ്, യുനോ. സോ അതുകൊണ്ട് നമ്മൾ ഈ 1-2 വേഴ്സൊന്നും അല്ല ഇതിനകത്ത്. ദർ ഈസ് നോ വേ വി ക്യാൻ ടേക്ക് ദിസ് ലൈറ്റ്ലി. ഇതൊരു ചെറിയ വിഷയമല്ല. നമുക്ക് ദൈവം എവിടെ അധികാരം തന്നു ജീവൻ എടുക്കാൻ? നമ്മളതിനെ വേറെ ഭയങ്കര അയ്യോ ഞങ്ങൾ വല്ല കരുണയുണ്ട്, പാവം ആ കുഞ്ഞ് ഇനി മന്ദബുദ്ധിയായി പോയെങ്കിൽ ഇനി അതിനും പ്രശ്നമാണ്, ഞങ്ങൾക്കും പ്രശ്നമാണ്, അതുകൊണ്ട് ഡോക്ടറെ എന്താന്ന് വെച്ചാൽ ഇതിനെ കൊന്നേരെന്ന് ആരും പറയത്തില്ല കേട്ടോ. അപ്പം ഞാൻ ഈ സിനിമ ഒക്കെ കണ്ടിട്ടുണ്ടേ. അപ്പം സിനിമയ്ക്കകത്ത് ഈ ചില വില്ലന്മാർ പറയുന്നത് എന്താണെന്നറിയാം. സപ്പോസ് പണ്ട് ഹിന്ദി സിനിമ കാണുമ്പോഴേ, അപ്പം അതിനകത്ത്
സപ്പോസ് ഒരു നല്ലൊരു പോലീസ് ഓഫീസറുണ്ട്. അപ്പോൾ ആ പോലീസ് ഓഫീസർ ഉള്ളത് കൊണ്ട് ഈ സ്മഗ്ലർ, ഈ വില്ലന് വലിയ പ്രശ്നമാണെന്നിരിക്കട്ടെ. അപ്പം ആ സ്മഗ്ലറിൻ്റെ അടുത്ത് വന്ന് അയാളുടെ ശിങ്കിടികൾ പറയും, വേണ്ട ഈ പോലീസ് ഓഫീസർ ഞങ്ങൾക്ക് വലിയ പ്രശ്നം ഉണ്ടാക്കുക. അപ്പം ഹിന്ദിയിൽ പറയും, ഇസ്കോ ഇസ്കോ ഹട്ടാദോ, എവനെ മാറ്റിയിരുന്ന്, ഈ രാസ്തേക്കാ കാട്ടേക്കോ ഹട്ടാദോ. അപ്പൊ കൊന്നേരെന്ന് പറഞ്ഞില്ല, പക്ഷെ ഈ ഹട്ടാദോയിന്റെ അർത്ഥം എന്തുവാ? റിമൂവ് ചെയ്തേക്കാൻ. റിമൂവ് ചെയ്തേക്കാൻ. അപ്പൊ നമ്മൾ ഈ വാക്കിന്റെ കളി കളിച്ചത് കൊണ്ട് റിയാലിറ്റി മാറുന്നില്ല. നമ്മള് ഒരു പിച്ചാത്തി കൊണ്ട് ആ അകത്ത് കിടക്കുന്ന കുഞ്ഞിനെ നമ്മളെ അങ്ങ് കൊല്ലുന്നില്ല, അല്ലെ അതിന്റെ കഴുത്തിനെ ഇങ്ങനെ ചെയ്യുന്നില്ല. പക്ഷെ നമ്മൾ സക്ഷൻ ചെയ്ത് അതിനെ ഇങ്ങനെ എടുക്കുവാണെങ്കിലോ, അപ്പൊ അതെന്തുവാ? യു സി, സോ ഇത് വളരെ സീരിയസ് കാര്യമാണ്. ഞാനിവിടെ ആരെയും കുറ്റം പറയുമോ ഒന്നും അല്ലേ, നമ്മളും ഇങ്ങനൊരു പ്രയാസഘട്ടത്തിലാന്നിരിക്കട്ടെ. ഇതൊക്കെ നമുക്ക് ചിലപ്പം സിമ്പിളായിട്ടൊക്കെ അങ്ങ് സംസാരിക്കാം, പക്ഷെ നമ്മൾ ഈ സാഹചര്യത്തിൽ വരുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ പ്രയാസം മനസ്സിലാകുന്നത്. ഞാൻ നടന്നൊരു കാര്യം പറയാം. എൻ്റെ ഒരു ഫ്രണ്ട്, ആ ഫ്രണ്ടിൻ്റെ ഭാര്യയ്ക്ക് പ്രഗ്നൻ്റായി. അപ്പം പെട്ടെന്ന് നോക്കിയപ്പോഴാണ് വൈകല്യങ്ങളുണ്ട്. അത് ഒരു വൈകല്യമല്ല, 2-3 വൈകല്യങ്ങളുണ്ട്. അപ്പോൾ ഈ കുട്ടി ജനിച്ചു കഴിഞ്ഞാലും താമസിക്കാതെ മരിക്കും. അപ്പോൾ ഇത് ഞാൻ അറിഞ്ഞു. അപ്പം നമ്മുടെ മനസ്സിൽ ഈ ഒരു ചിന്താഗതിയാണ്, ഞാൻ ഇതുവരെ പറഞ്ഞ ആ ചിന്താഗതിയാണ്. ഇനിയിപ്പോൾ എത്ര വൈകല്യം ഉണ്ടെങ്കിലും അതിൻ്റെ ജീവൻ എടുക്കാൻ നമുക്ക് അധികാരം ഇല്ല. അപ്പം ഞാനും വൈഫും കൂടി ഇതിനെപ്പറ്റി ആലോചിച്ച് എന്ത് ചെയ്യാൻ പറ്റും. ഇപ്പം മിക്കവാറും ആൾക്കാർക്ക് അറിയാം അബോർഷൻ തെറ്റാണെന്നൊക്കെ, പക്ഷെങ്കിൽ ഒരു വിശ്വാസിയുമായിരുന്നു കേട്ടോ ഈ പറയുന്ന ആൾക്കാർ, നല്ല ആൾക്കാരാണ്. പക്ഷെങ്കിൽ അവർക്ക് ഫാമിലിയിൽ നിന്ന് ഭയങ്കര പ്രഷർ വന്നു. ഫാമിലിയിലെ ആൾക്കാർ പറഞ്ഞു, ഇല്ല ഒരു കാരണവശാലും വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല, അബോർട്ട് ചെയ്തേ പറ്റൂ. പിന്നെ ഗൈനക്കോളജിസ്റ്റും പറഞ്ഞു അബോർട്ട് ചെയ്തു. അവർ അബോർട്ടും ചെയ്തു. പക്ഷേ അതിൻ്റെ തലേദിവസം, ഈ അബോർഷൻ ചെയ്യുന്നതിൻ്റെ തലേദിവസം ഞാനും എൻ്റെ വൈഫും കൂടെ ഒരു തീരുമാനമെടുത്തു. എന്തുവാ, ഈ കുട്ടിയെ നമുക്കങ്ങ് അവരോട് പറയാം, നിങ്ങൾ പ്രഗ്നൻസി ഇതെല്ലാം ഡെലിവറി ഒക്കെ ചെയ്യുക, അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നോക്കിക്കോളാം. നമ്മളിങ്ങനെ പറഞ്ഞാൽ മാത്രം പക്ഷേ അത് പറഞ്ഞപ്പോഴത്തേക്കിന് അവർ ഓൾറെഡി തീരുമാനം എടുത്തു. ഇതേപോലെ ഞങ്ങളുടെ വീട്ടിലെ ജോലിക്ക് വരുന്ന ഒരു സ്ത്രീയെ, പുള്ളിക്കാരി എൻ്റെ വൈഫിനോട് പറഞ്ഞതുണ്ട്, ഞാൻ പ്രഗ്നൻ്റ് ആണ്, പക്ഷെങ്കിൽ എന്തെങ്കിലും ആ മരുന്നൊന്ന് എഴുതി തന്നാൽ നല്ലതാണെന്ന്. ഏത്? എൻ്റെ വൈഫ് പറഞ്ഞു, അയ്യോ അത് ശരിയല്ല. പുള്ളിക്കാരി വിശ്വാസിയല്ല. ഇത് ബാംഗ്ലൂരിലെ കാര്യമാണ് ഇപ്പം ഞാൻ പറയുന്നത്, ലേറ്റസ്റ്റ് 2-3 മാസം മുമ്പ് നടന്ന കാര്യമാണ്. അപ്പം ഞങ്ങൾ ആ പുള്ളിക്കാരിയോട് പറഞ്ഞു, ഞങ്ങൾ സാമ്പത്തികമായിട്ട് നിന്നെ സഹായിക്കാം, നിനക്ക് അത്രയും പൈസ ഇല്ല, സാമ്പത്തികമായിട്ട് സഹായിക്കാം. ഇനി ഈ കുട്ടിയെ അല്ലെ നീ ജനിപ്പിച്ചാൽ ഞങ്ങളെ വളർത്താം, ഞങ്ങളെ എടുത്ത് വളർത്താം. പക്ഷെങ്കിൽ ഞാൻ പറയുന്ന ചില കേസുകളെങ്കിലും നമ്മളെ ക്രിസ്ത്യൻ അഡോപ്ഷൻ ഏജൻസീസ്, അല്ലെ ക്രിസ്ത്യൻ സമൂഹം, ചർച്ചസ്, നമ്മളൊക്കെ ജസ്റ്റ് അബോർട്ട് ചെയ്യണ്ടെന്ന് മാത്രം പറയുന്ന ഒരു ഗ്രൂപ്പ് ആകരുത്. നമ്മൾ ആൾക്കാരെ മനസ്സിലാക്കി അവരുടെ കൂടെ നിന്ന് അവരെ സഹായിക്കുന്ന ഒരു ഗ്രൂപ്പോടായി തീരണമെന്നാണ് എൻ്റെ ഒരു ആഹ്വാനം. അതിന് ശേഷമുള്ള ആഫ്റ്റർ മീറ്റ്സ് എന്ന് പറയും അല്ലേ, അത് എന്താണെന്ന് മനസ്സിലാക്കി കമ്പാഷനേറ്റ് ആയിട്ട് നമ്മൾ ഇടപെടണം. തീർച്ചയായിട്ടും. എനിക്കറിയാം സാറിന് അല്പം തിരക്കുള്ള ദിവസമാണ്, എന്നാലും ഒരു ചോദ്യം കൂടെ ചോദിക്കാമല്ലോ അല്ലേ? 1-2 ചോദിച്ചോ. ഈ അനന്തര ഫലങ്ങളെ കുറിച്ച് ഇപ്പോൾ 2 രീതിയിലുള്ള അനന്തര ഫലങ്ങൾ. ഒന്ന്, അങ്ങനെ ഒരു കുഞ്ഞ് ജനിക്കുന്നു, വൈകല്യങ്ങളുള്ള കുഞ്ഞാണ്, ആ കുഞ്ഞിനെ ടേക്ക് കെയർ ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം, അതിനെക്കുറിച്ചാണ് സാർ പറഞ്ഞത്. അതിനകത്ത് ചർച്ചിൻ്റെയും ഒക്കെ ഒരു ഇൻവോൾവ്മെൻ്റ് ഉണ്ട്, ഒരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ടാകണം എന്നുള്ള രീതിയിൽ സാർ പറഞ്ഞത്. എന്നാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരാൾ അബോർട്ട് ചെയ്യുന്നു, അബോർട്ട് ചെയ്ത് കഴിഞ്ഞ് അവർക്ക് ഉണ്ടാകുന്ന മാനസികമായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട്, ഒരു ട്രോമ കൈൻഡ് ഓഫ് സിറ്റുവേഷൻ. അതുപോലെ തന്നെ പ്രത്യേകിച്ച് സ്വല്പം റിലീജിയസ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ വലിയൊരു കുറ്റം ചെയ്തു എന്നൊരു കുറ്റബോധം. ഞാൻ ചില കമ്മ്യൂണിറ്റീസിൽ, ചില ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റീസിൽ കേട്ടിട്ടുണ്ട്, അവരുടെ ഒരു തിയോളജിയാണ്, നമ്മുടെയല്ല കേട്ടോ,
ഈ അബോർട്ട് ചെയ്ത കുട്ടിക്ക് ബാപ്റ്റിസം കൊടുക്കാത്തത് കൊണ്ട് ആ കുട്ടിയുടെ ആത്മാവ് ഇങ്ങനെ നടക്കുക. അതുകൊണ്ട് അങ്ങനെ എന്നോട് ഫോൺ ചെയ്ത് സംസാരിച്ചവരുണ്ട് പ്രയർ ലൈനിൽ, പാസ്റ്ററെ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഞങ്ങൾക്ക് അതുകൊണ്ട് വലിയൊരു മാനസിക വിഷമമാണ്. ഇതൊരു ഭാഗം. രണ്ടാമത് സാറേ, ഈ അബോർഷൻ നടത്തുന്നത് കൊണ്ട് ഇവർക്ക് ഉണ്ടാകുന്ന കേടുപാടുകൾ, എന്തിനും ഒരു എഫക്റ്റ് ഉണ്ടല്ലോ, അത് അവരുടെ ഭാവിയെയോ അടുത്തൊരു കുട്ടിയോ ഒക്കെ ബാധിക്കാൻ സാധ്യതയുണ്ടോ? ഇങ്ങനെ 2 ചോദ്യങ്ങൾ ഞാൻ ഒന്നിച്ചങ്ങ് ചോദിക്കാം, തീർച്ചയായിട്ടും. ഇതിനകത്ത് നമ്മൾ നോക്കേണ്ടത് ഒന്ന് ഫിസിക്കൽ എഫക്ട്സ്. ഇപ്പം ഈ അബോർഷൻ ചെയ്യുമ്പോൾ അതും പലരീ ഹോസ്പിറ്റലിൽ വരാതെ അല്ലാതെ ഈ ലോക്കൽ ചില ആൾക്കാരേതെങ്കിലുമൊക്കെ മരുന്നുകളൊക്കെ കൊടുത്ത് ഓരോരോ പരിപാടികളൊക്കെ ചെയ്ത് അങ്ങനെ അബോർഷൻ ചെയ്ത് ചില മദേഴ്സ് മരിച്ചു പോയിട്ടുമുണ്ട്. ഈവൻ ചിലയിടത്ത് ഈ അബോർഷൻ ബാൻഡാണ്. അപ്പോൾ ആ ബാൻ ആയിരിക്കുന്ന സ്ഥലത്ത് ഇങ്ങനത്തെ, അപ്പം ഈ പ്രോ ചോയ്സുകാർ പറയുന്നത് നമ്മൾ അബോർഷൻ ബാൻ ചെയ്ത പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആൾക്കാർ എന്തായാലും അബോർഷൻ ചെയ്യും. അപ്പോൾ അവർ ഈ അൺസേഫ് അബോർഷൻ വന്നിട്ട് ദാറ്റ് വിൽ അഫക്റ്റ് ദ ഹെൽത്ത് ഓഫ് ദ മദർ. അതിനകത്ത് അവർ പറയുന്നതിൽ ഒരു പോയിന്റ് ഉണ്ട് കേട്ടോ. എന്നാൽ ഈ ഫിസിക്കൽ എഫക്ട്സ് ചിലപ്പോൾ ഇച്ചിരി കൂടുതൽ ബ്ലീഡിങ് വരാം, പക്ഷെ പിന്നെ അവർക്ക് പിന്നെയും പ്രഗ്നൻ്റ് ഒക്കെ ആകാം. അതൊരു വലിയ വിഷയമല്ല, ഫെർട്ടിലിറ്റിക്ക് ഒരു കാരണമായിട്ട് വരാൻ സാധ്യത കുറവാണ്, വലിയ കാരണം അങ്ങനെയില്ല. പക്ഷേ ഡെഫിനറ്റ്ലി മാനസികമായിട്ട് അത് അവരെ ബാധിക്കാം. പ്രത്യേകിച്ച് ഒരു കോൺഷ്യൻസ്, നമുക്കെല്ലാവർക്കും ഒരു മനസ്സാക്ഷി ഉണ്ടല്ലോ, അപ്പം അത് കുത്തൽ വരാം. പിന്നെ വിശ്വാസിയാണെങ്കിൽ അല്ലാതും വരാം. നമുക്ക് സാത്താനുണ്ടല്ലോ, കുറ്റം നമ്മളെ ചെയ്തത് നമ്മൾ മറന്നു പോയാലും നമ്മളെ ഓർപ്പിക്കാനായിട്ട്. അപ്പം അക്യൂസേഷൻ മിനിസ്ട്രി ഉണ്ട്. അപ്പം ഇനിയിപ്പോൾ എന്നെ ഈ കേൾക്കുന്ന ആരെങ്കിലും സ്ത്രീകൾ അവരെന്തെങ്കിലും കാരണവശാൽ എപ്പോഴെങ്കിലും അബോർഷൻ ചെയ്തെങ്കിൽ, ഒന്നാമത് ഈ സ്ത്രീകൾ മാത്രമല്ല അബോർഷൻ്റെ ആൾക്കാർ, പലപ്പോഴും പുരുഷന്മാരാണ് സ്ത്രീകളെ ഫോഴ്സ് ചെയ്യുന്നത്. പുരുഷന്മാരോ അല്ലെ മാതാപിതാക്കളോ അവരൊക്കെയാണ് ഫോഴ്സ് ചെയ്യുന്നത്. അതുകൊണ്ട് ആരെങ്കിലും എന്നെ ഇന്ന് കേൾക്കുന്ന ആൾക്കാരെ ഈ ഒരു കാര്യത്തിൽ ഫോഴ്സ് ചെയ്ത് അബോർഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, അയ്യോ അത് തെറ്റായിപ്പോയല്ലോ എന്ന ഒരു കുറ്റബോധം നിങ്ങൾക്കുണ്ടെങ്കിൽ, ഞാൻ വിചാരിക്കുന്നത് നിങ്ങൾ ദൈവത്തോട് മാപ്പ് ചോദിക്കണം. ഇനി ഏതെങ്കിലും പാപമുണ്ടോ ദൈവത്തിന് മാപ്പ് തരാൻ പറ്റാത്തത് എന്ന് ചോദിച്ചാൽ, ക്രിസ്തു യേശുവിൻ്റെ രക്തം നമ്മളെ സകല പാപത്തിൽ നിന്നും മോചിപ്പിക്കും, അല്ലെ കഴുകാൻ സാധിക്കും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഒരു സൈഡിൽ. എന്നാൽ ക്രിസ്തു യേശുവിൻ്റെ രക്തം എന്തായാലും ഞങ്ങളെ അത് ഞങ്ങൾക്ക് പിന്നെ ഫോർഗിവ്നെസ് ചോദിക്കാം എന്ന് പറഞ്ഞിട്ട് അറിഞ്ഞുകൊണ്ട് അബോർഷൻ ചെയ്യുവാണെങ്കിൽ പിന്നെ എനിക്കറിയത്തില്ല എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്ന്. അത് ദൈവം നിങ്ങളുമായിട്ടുള്ള ഒരു സമീപനമാണ്. ദൈവം മഹാകരുണയുള്ള ദൈവമാണെന്ന് എനിക്കറിയാം. ഈവൻ മനശ്ശെ പോലുള്ള ദുഷ്ടരാജാവിനെ ലാസ്റ്റിൽ ക്ഷമിച്ച ആളാണ് ദൈവം. അതുകൊണ്ട് ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് എല്ലാവരെയും വിധിക്കാൻ വേണ്ടി ഇരിക്കുമല്ല, പക്ഷെ അതുകൊണ്ട് ഏത് പാപം ചെയ്താലും അത് പക്ഷെ മാപ്പ് ചോദിച്ചാൽ, ഹൃദയം കൊണ്ട് മാപ്പ് ചോദിച്ചാൽ ദൈവം അതിന് ക്ഷമ തരാൻ മതിയായവനാണ്. പക്ഷെങ്കിൽ പരിണിത ഫലങ്ങളുണ്ടോ? പാപം ചെയ്താൽ അതിൻ്റേതായിട്ടുള്ള എന്തെങ്കിലും കോൺസിക്വൻസസ് ഉണ്ടോ? തീർച്ചയായിട്ടും അതിൻ്റെ ഉണ്ടായിരിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതും ഇത്രയും വലിയൊരു കാര്യം, ഒരു ജീവൻ എടുക്കുന്ന ഒരു ലെവലിലെ കാര്യം. ഇതാണ് ഞാൻ ആൾക്കാരോട്, പ്രത്യേകിച്ച് എന്നെ കേൾക്കുന്ന യങ്സ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ അവർ ഇതിനെപ്പറ്റി വലിയ പലരും ഈ അബോർഷൻ എന്നുള്ളൊരു മെയിൻ പ്രശ്നം വരാനുള്ള ഒരു കാരണം എന്തുവാ? ആക്ച്വലി ഇന്ന് ലോകത്തിൽ അബോർഷൻ ഏറ്റവും കൂടുതൽ കൂടാനുള്ള കാരണം ഇറസ്പോൺസിബിൾ സെക്ഷുവൽ ബിഹേവിയർ, സെക്ഷുവൽ ഇമ്മൊറാലിറ്റി. അതായത് കല്യാണം കഴിഞ്ഞിട്ടില്ല, പക്ഷേ ആൾക്കാരെ സെക്ഷുവൽ ഇൻ്റർകോഴ്സ് വെക്കുന്നു. സോ ദീസ് ആർ ദ മെയിൻ റീസൺസ്. അപ്പം നമ്മൾ ദൈവത്തിൻ്റെ കൂടെ നടക്കണം. അപ്പം അതെല്ലാം നടന്നാലും ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ അംഗവൈകല്യമുള്ള ചില കുട്ടികളകത്ത് വരുന്നു. അപ്പം ആ സമയത്ത് എന്ത് ചെയ്യണം? സമൂഹത്തിൽ നമ്മളെല്ലാവരും ഒന്നിച്ച് വരണം. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി. ഇന്ന് ഭാരതത്തിൽ ഈ ഫീമെയിൽ ഇൻഫാൻറ്റിസൈഡ് എന്ന് പറയുന്നൊരു വലിയ കാര്യം നടക്കും. അതായത്
അൾട്രാസൗണ്ട് ചെയ്ത് നേരത്തെ നോക്കും ഇത് മോനാണോ മോളാണോ. പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യയിൽ ഒരു മോളാ ജനിച്ചെങ്കിൽ അയ്യോ ഇനി ഇത്രയും കൂടെ സ്ത്രീധനം എനിക്ക് കൊടുക്കേണ്ടി വരുമേ എന്ന് പറഞ്ഞ് ആൾക്കാരെ വളരെ ദേ ബിക്കം വെരി, അപ്പം എന്നാൽ ഇതിനെ കളഞ്ഞേക്കാം. എന്തിനാ? അംഗവൈകല്യമില്ല, വേറെ ഒരു പ്രശ്നവുമില്ല, പെൺകുട്ടിയായതുകൊണ്ട്. ഒരു സമയത്ത് 2011 1000 ആൺകുട്ടികൾക്ക് വേണ്ടി വെറും 834 പെൺകുട്ടികളെ ഉള്ളായിരുന്നു ഹരിയാനയിൽ. പിന്നെ സർക്കാർ ഒരു വലിയ നിയമം കൊണ്ടുവന്നു, പ്രീ കൺസെപ്ഷൻ ആൻഡ് പ്രീ നേറ്റൽ ഡയഗ്നോസ്റ്റിക് ടെക്നിക്സ് ആക്ട്. യു സി, അതായത് അൾട്രാസൗണ്ട് വെച്ചിട്ട് നേരത്തെ ഇതാണാന്നോ പെണ്ണാന്നോ എന്ന് പറയാൻ പാടില്ല. അത് കഴിഞ്ഞിട്ടാണ് ആ നിയമമൊക്കെ വന്നത്. എന്തായാലും ആ നിയമമൊക്കെ വന്നപ്പോഴത്തേക്കിന് ഇച്ചിരി ബെറ്ററായി. എന്നാലും ഇതൊന്നും ഡോക്ടർമാർക്ക് പൈസ കൊടുത്ത് പ്രൈവറ്റിലെ ചില ആൾക്കാരെ നേരത്തെ വേറെ രീതി മനസ്സിലാക്കിയിട്ട് ഇങ്ങനെയും നടക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. സമൂഹത്തിൽ ഇതിൻ്റെ വി ഹാവ് ടു ടെൽ അതർ പീപ്പിൾ ബിക്കോസ് ദിസ് ഈസ് എ സോഷ്യൽ ഈവിൾ. ഐ എം ടെല്ലിങ് യു. നമ്മളെ കള്ളുകൂടി, മദ്യപാനം, അതിനെതിരെ നമ്മൾ പറയുന്നു, അല്ലെ വേറെ ഇങ്ങനത്തെ പല കാര്യങ്ങൾ തെറ്റായിട്ട് നടക്കുന്നുണ്ട്. അതേപോലെ അല്ലെ അതിനെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് പ്രോബ്ലം ഇന്ന് നമ്മുടെ സൊസൈറ്റി ഫേസ് ചെയ്യുന്നത് അബോർഷൻ. സോ തീർച്ചയായിട്ടും ഐ തിങ്ക് ഈ കാര്യത്തിൽ ഞാൻ ഈ അടുത്ത കാലം വരെ റോമൻ കാത്തലിക് ആൾക്കാർ ഈ കാര്യത്തിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതായിട്ട് ഞാൻ കണ്ടായിരുന്നു. അറ്റ്ലീസ്റ്റ് ദേ തിങ്ക് ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. പക്ഷേ പെന്റക്കോസ്റ്റൽ കരിസ്മാറ്റിക് ഈ ഗോളത്തിലും ആൾക്കാർ ഈ ഒരു കാര്യത്തിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ചർച്ചസ് ഇതിൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. അവരുടെ മെമ്പേഴ്സ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സപ്പോർട്ട് ചെയ്യണം. ഈവൻ സമൂഹത്തിലും ഇപ്പം ലൈഫ് ഫോർ ഓൾ അല്ലെ ഇങ്ങനെ പറഞ്ഞുള്ള ചില സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്, അബോർഷൻ ഹെൽപ്പ് ലൈൻസ് ഉണ്ട്. പല രീതിയിൽ നമ്മൾ സമൂഹത്തിൽ ആൾക്കാരെ സഹായിക്കേണ്ടതായിട്ടുണ്ട്. യങ്സ്റ്റേഴ്സിനെ നമ്മൾ എൻകറേജ് ചെയ്യണം. ഇറസ്പോൺസിബിൾ സെക്ഷൽ ബിഹേവിയർ, സെക്ഷൽ ഇമ്മോറാലിറ്റി അല്ല. അമേരിക്കയിലാന്നേൽ കോളേജ് പിള്ളേർക്ക് 12 വയസ്സുള്ള ഒരു പെൺകുട്ടി, വെറും 12 വയസ്സുള്ള പെൺകുട്ടി, എൻ്റെ വൈഫിൻ്റെ ഒരു ഫ്രണ്ട് ക്ലാസ്മേറ്റ് ആയിരുന്നു. പുള്ളിക്കാരി അമേരിക്കയിലാണ്. അപ്പം ഞങ്ങൾ അവരുടെ വീട്ടിൽ പോയായിരുന്നു, അമേരിക്കയിൽ ഒന്ന് ഇറങ്ങാൻ പോയപ്പോൾ. 12 വയസ്സുള്ള പെൺകുട്ടി വീട്ടിൽ വന്ന് അമ്മയോട് പറയാ, അമ്മേ ഞങ്ങളുടെ സ്കൂളിൽ ഫ്രീ ആയിട്ട് കോണ്ടംസ് തരുന്നുണ്ട്, വേണമെന്ന്. അപ്പോൾ എന്തുവാ അമേരിക്കൻ സ്കൂൾസിൽ അവർ പറയുന്നത്? കോണ്ടംസ് കൊടുക്കുവാണ്. എന്തിന്? സേഫ് സെക്സ്. അല്ലാതെ നിങ്ങൾ മാരീഡ് അല്ല, അപ്പം നിങ്ങൾക്ക് ദർ ഇസ് നോ സെക്ഷൽ ആക്ടിവിറ്റി ബിഫോർ മാരേജ്, ഔട്ട്സൈഡ് മാരേജ് എന്ന് പഠിപ്പിക്കാനുള്ളതിന് കുഴപ്പമില്ല. സെക്ഷൽ ആക്ടിവിറ്റി ഈസ് ഫൈൻ ആസ് ലോങ് ആസ് യു യൂസ് പ്രിക്കോഷൻസ് എന്ന് പഠിപ്പിക്കുന്ന ഒരു സൊസൈറ്റിയിലാണ് നമ്മൾ കൂടുതൽ ജീവിക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഉപ്പും വെളിച്ചവുമായിട്ട് എല്ലാവരെയും കുറ്റം പറയാനായിട്ട് ജീവിക്കണമെന്നല്ല, പക്ഷേ സഹായിക്കാനായിട്ട് ജീവിക്കണമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ആൻഡ് ഐ വാണ്ട് ടു എൻകറേജ് ഓൾ ദ മൈ ഹിയറേഴ്സ്. അതെ, താങ്ക് യു സാറേ. ഇത്തിരി കാര്യങ്ങൾ കേൾക്കാനും പഠിക്കാനും ഒക്കെ ഒരു സാവകാശം കിട്ടി. നമുക്ക് ഇങ്ങനെയുള്ള സെഷൻസ് ഇനിയും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നല്ലതാണ്. ദൈവത്തിന് മുഖാന്തരങ്ങൾ ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സാറിന് തിരക്കുള്ള ദിവസമാണെന്ന് എനിക്കറിയാം. ഇത്രയും സമയങ്ങൾ അനുവദിച്ച് തന്നതിന് നന്ദി പറയുകയാണ്. ധാരാളമായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ, നമ്മുടെ വ്യൂവേഴ്സിനെ അനുഗ്രഹിക്കട്ടെ. ഉദരത്തിൽ ഒരു കുഞ്ഞ് ഉരുവാകുമ്പോൾ തന്നെ വേദോസ്തം പറയുന്നത് ഉരുവാകുന്നതിന് മുമ്പേ എൻ്റെ കണ്ണ് നിന്നെ കണ്ടെന്ന്. അപ്പോൾ നമ്മൾ ഉരുവായപ്പോഴാണ് ലൈഫ് സ്റ്റാർട്ട് ചെയ്തതെന്ന് പറഞ്ഞതെങ്കിൽ അങ്ങനെയല്ല, ഉരുവാകുന്നതിന് മുമ്പ് തന്നെ. വൈകല്യമുള്ള ഒത്തിരി പേർ, സാർ പറഞ്ഞല്ലോ, ജന്മനാ വൈകല്യമുള്ളവർ പിന്നീട് സമൂഹത്തിന് നന്മയായി തീർന്ന ഒത്തിരി പേരുണ്ട്. ഞാൻ കേട്ടിട്ടുള്ളത് ഐൻസ്റ്റീനും ഒക്കെ അങ്ങനെ ആയിരുന്നെന്നാണ് കേട്ടിട്ടുള്ളത്, പ്രീമെച്ചുറായിട്ട്. പക്ഷെങ്കിൽ ഈ ജോണിയെ പറ്റി പാസ്റ്റർ കേട്ടിട്ടുണ്ടായിരിക്കും. ജോണി എന്ന് വെച്ചാൽ കഴുത്തിന് താഴോട്ട് കംപ്ലീറ്റ് എത്രയോ പേർക്ക് ബ്ലെസ്സിങ് ആയിട്ട് ആയിത്തീർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ ബേത്തോവൻ,
ഇവരെ യെസ് പോലെയുള്ള എത്രയോ പേര് വൈകല്യങ്ങളെ അതിജീവിച്ച് സമൂഹത്തിന് നന്മയായി തീർന്നവരുണ്ട്. യെസ് യെസ് അതുകൊണ്ട് യെസ് എല്ലാ ഉദരത്തിലുരുവായ കുഞ്ഞിനും ജീവിക്കാനുള്ള അവകാശമുണ്ട്. അതിന് സംസാരിക്കാൻ കഴിയത്തില്ല എന്നതുകൊണ്ട് അതിൻ്റെ അവകാശങ്ങളെ നിഷേധിക്കാൻ പാടില്ല എന്ന് യെസ് പറഞ്ഞുകൊണ്ട് ഈ സെഷൻ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലേ സാറേ? താങ്ക് യു ദൈവം വെരി സഹായിക്കട്ടെ, മച്ച്. എനിക്കിരിക്കട്ടെ. താങ്ക് യു ഓൾ. ഗോഡ് ബ്ലെസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ഡേ.